Good morning. Today, let's try to understand labor cost. Labor cost is the second major element of cost. നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ മെറ്റീരിയൽ കോസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട എലിമെന്റ്സ് ഓഫ് കോസ്റ്റിൽ അടുത്ത പ്രധാനമായിട്ട് പറയുന്നത് ലേബർ കോസ്റ്റ് ആണ്. And labor is the workforce which contributes to the completion of the manufacturing process. ഒരു ഉൽപാദനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഉൽപാദനത്തിന്റെ എല്ലാ മേഖലകളിലും ഇടപെടുന്ന തൊഴിലാളികളെയും അല്ലെങ്കിൽ വർക്ക് ഫോഴ്സിനെയാണ് ലേബർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലേബർ ക്യാൻ ബി, especially in cost accounting, labor can be classified into two different types. They are direct labor and indirect labor. See, direct labor is that labor which is directly engaged in the production of goods, and we can conveniently allocate these labor to a specific job, process, or even commodity. ഒരു ഉൽപ്പന്നത്തിന്റെ ഉൽപാദനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഉൽപാദന പ്രക്രിയയിൽ നേരിട്ട് അതിന്റെ ഭാഗമാകുന്ന ലേബറിനെയാണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, ഒരു പ്രത്യേക ജോലി ചെയ്യുമ്പോൾ അതിനുവേണ്ടി എത്ര ലേബറായി അല്ലെങ്കിൽ എത്രമാത്രം ലേബർ കോസ്റ്റ് ആയി എന്ന് നമുക്ക് നേരിട്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ട്, കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അത് ആ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി ചിലവായ തുക എത്രയാണെന്ന് കാണാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. So we can say direct labor is that labor which can be readily identified with a specific job. ഒരു പ്രത്യേക ജോലിയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉൽപ്പന്നം ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ എത്രയായി എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ലേബറിനെയാണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുക. So it includes all the labor directly engaged in converting raw materials into finished goods. raw materialsനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എൻഗേജ് ആയിട്ടുള്ള മുഴുവൻ നേരിട്ട് ആ ജോലി ചെയ്ത എല്ലാ ലേബറിനെയും ഡയറക്റ്റ് ലേബർ എന്ന് പറയാം. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ലേബർ ഇൻക്ലൂഡ്സ് എനി ഫോം ഓഫ് ലേബർ which is incurred wholly or specifically for a particular work, for a particular job, or even a particular contract. ഏതെങ്കിലും ഒരു ജോബില് മാത്രമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടിയിട്ട് മാത്രം ചെലവായ ലേബറിനെ നമുക്ക് അവിടെയും ഡയറക്റ്റ് ലേബർ എന്ന് പറയാം. അപ്പോൾ നേരത്തെ മെറ്റീരിയൽ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് ഒരു ഉൽപ്പന്നത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി എത്ര മെറ്റീരിയൽ ചിലവായി എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു. അതുപോലെ ഏതെങ്കിലും ഒരു ഉൽപാദനത്തിനായിട്ട് പൂർണ്ണമായിട്ടും അതിന് മാത്രമായിട്ട് എൻഗേജ് ചെയ്ത ലേബറിനെ ഡയറക്റ്റ് ലേബർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ലേബർ എൻഗേജ് ഇൻ എ പെയിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഒരു പെയിന്റിംഗ് ജോബിന് വേണ്ടി
ഈ ഇമേജിൽ കാണുന്നത് പോലെ സപ്പോസ് ഒരു പെയിന്റ് ബൂത്തില് അല്ലെങ്കിൽ ഒരു പെയിന്റിംഗ് വർക്ക് നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ട് പെയിന്റ് ചെയ്യുന്നതിന് വേണ്ടി ലേബർ കോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഈ ഉൽപ്പന്നത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളതായതുകൊണ്ട് നമുക്കതിനെ ഡയറക്റ്റ് ലേബർ എന്ന് പറയാം. Now, second one is indirect labor. Indirect labor is that labor which cannot be readily identified with a specific job because they are not directly engaged in the production of goods, but they indirectly help the direct labor. ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ ഒരു ജോലിയിൽ കൃത്യമായി എത്രയായി എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ലേബർ കോസ്റ്റ് ആണ് ഇൻഡയറക്റ്റ് ലേബറിൽ വരിക. അതിന് കാരണം അവര് നേരിട്ട് ഒരു ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ആ ലേബർ പങ്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് നേരിട്ട് ഒരു ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കാത്ത ലേബറാണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയാം. അവർ ചെയ്യുന്നത് ഡയറക്റ്റ് ലേബറിനെ പരോക്ഷമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ സഹായിക്കുകയാണ് അവർ ചെയ്യുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്വീപ്പർ, ക്ലീനർ, ഒരു ഫാക്ടറിയിൽ തന്നെയുള്ള സ്വീപ്പറോ ക്ലീനറോ വാച്ച്മാൻ ഇതുപോലെയൊക്കെയുള്ള ആൾക്കാർ, അവര് ഒരു ഉൽപ്പന്നവും ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ ജോലി എന്ന് പറയുന്നത് ആ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിട്ട് ആവശ്യമുള്ളതാണ്. പക്ഷെ നേരിട്ട് നമുക്കൊരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി ഇവരെത്രമാത്രം ജോലി ചെയ്തു എന്ന് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ജോലി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ജോലിയിൽ പ്രൊഡക്ഷൻ പർപ്പസിലോ മറ്റു ജോലിയോ ആയിക്കോട്ടെ, ഒരു ജോലിയിൽ നേരിട്ട് ചെലവായ ലേബർ ഫോഴ്സിനെ ഡയറക്റ്റ് ലേബർ എന്നും മറ്റ് സഹായ ജോലികൾ ഒക്കെ പോലെയുള്ള കർമ്മങ്ങളിൽ പങ്കെടുത്ത ലേബറിനെ ഇൻഡയറക്റ്റ് ലേബർ എന്നും പറയും. സോ ദ കോസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് ലേബർ cannot be conveniently allocated to a particular job. ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്ന ഒരു ജോലിക്ക് എത്ര ആയി എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഉൽപ്പന്നത്തിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് കാണാൻ വേണ്ടി കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യാനും പറ്റും. എന്നാൽ ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി എത്ര ലേബർ ആയി എന്ന് ഇങ്ങനെയുള്ളതിനെ നമുക്ക് നേരിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ ഇമേജിൽ കണ്ടതുപോലെ ഒരു കാർ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയിൽ, അല്ലെ പെയിന്റിംഗ് വർക്കൊക്കെ നടക്കുന്ന ഒരു ഫാക്ടറിയിലാണെങ്കിൽ അവിടെ പെയിന്റ് വർക്കിന് വേണ്ടിയിട്ട് ഒരു പാർട്ട് പെയിന്റ് ചെയ്യാൻ എത്ര നേരം ഒരു തൊഴിലാളി എത്ര മിനിറ്റ് അല്ലെ എത്ര മണിക്കൂർ ജോലി ചെയ്തു, ആ ഒരു പ്രൊഡക്റ്റ് പെയിന്റ് ചെയ്യാൻ വേണ്ടി മാത്രം എത്രമാത്രം ജോലി ചെയ്തു എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് അതിനെ ഡയറക്റ്റ് ലേബർ എന്ന് പറയും. എന്നാൽ ആ പെയിന്റിംഗ് ബൂത്ത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പെയിന്റിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്വീപ്പർ വന്ന് എല്ലാം തൂത്ത് വൃത്തിയാക്കുകയാണെങ്കിൽ അതിന് ഇൻഡയറക്റ്റ് ലേബർ എന്നാണ് പറയുക. കാരണം അദ്ദേഹം ആ ഫാക്ടറിയിൽ പലയിടത്തും പല സ്ഥലങ്ങളിലും ഒക്കെ ആയിട്ട് ഈ ക്ലീനിങ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് എത്ര ക്ലീനിങ് ചെയ്തു എന്നൊന്നും നമുക്ക് പലപ്പോഴും കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. Now let's see what is timekeeping. The timekeeping department plays an important role in the accounting and controlling of labor cost. അക്കൗണ്ടിങ് ആവശ്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ ലേബർ കോസ്റ്റിനെ നിയന്ത്രിക്കുന്നതിനുമൊക്കെ ആയിട്ട് പ്രധാനമായിട്ടും സഹായിക്കുന്ന ഒന്നാണ് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ടൈം കീപ്പിംഗ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ their main function is to accurately record the time spent by each worker on the workplace. ഓരോ തൊഴിലാളിയും തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് എത്രമാത്രം സമയം ചെലവഴിച്ചു
എന്ന് റെക്കോർഡ് ചെയ്യുകയാണ് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ, അവർ ചെയ്യുന്ന പ്രവൃത്തി. സോ ദിസ് വിൽ ബി യൂസ്ഡ് ടു പ്രിപ്പയർ ദ കോമ്പൻസേഷൻ ഓഫ് ദ എംപ്ലോയീസ്. അപ്പോൾ ഇവര് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് എംപ്ലോയീസിന് വേണ്ട റെമ്യൂണറേഷൻ കൊടുക്കാൻ വേണ്ടി എത്ര സമയം ജോലി ചെയ്തു എന്നൊക്കെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ടൈം കീപ്പിങ്ങിന് വേണ്ടി പൊതുവെ രണ്ട് മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. മാനുവൽ മെത്തേഡ്സും മെക്കാനിക്കൽ മെത്തേഡ്സും ഉണ്ട്. മാനുവൽ മെത്തേഡ്സ് ആകുമ്പോൾ അവിടെ പലപ്പോഴും എത്ര നേരം ജോലി ചെയ്തു എന്ന് നോക്കി ആ സമയം കുറിച്ചു വെക്കുകയൊക്കെയാണ് ചെയ്യുക, ബുക്കിൽ എഴുതി വെക്കുന്നതൊക്കെ പോലുള്ള രീതികളാണ്. മെക്കാനിക്കൽ മെത്തേഡ്സിലാണെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ ഡിവൈസസ് ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന രീതിയാണ് അവിടെയുള്ളത്. Now let's see what are the objectives of time keeping. എന്തിനു വേണ്ടിയാണ് ഈ ടൈം കീപ്പിംഗ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ the first objective of time keeping is to provide data for the preparation of payroll. പേറോളിന്റെ ആവശ്യത്തിനു വേണ്ടി ഒരു വർക്കർക്ക് ശമ്പളം അല്ലെങ്കിൽ കൂലി കൊടുക്കുന്നതിന് വേണ്ടി ആവശ്യമുള്ള വിവരങ്ങൾ കൊടുക്കുക എന്നുള്ളത് ടൈം കീപ്പിംഗിന്റെ ഒരു ലക്ഷ്യമാണ്. രണ്ടാമത്, സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഈസ് ടു മീറ്റ് സം സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്. ഉദാഹരണമായിട്ട് അറ്റൻഡൻസ് റെക്കോർഡ് എന്നും ഒക്കെ പോലെ പലപ്പോഴും നിയമപരമായിട്ടുള്ള ചില റെക്കോർഡുകൾ പല സ്ഥാപനങ്ങളിലും നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഉള്ള നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാനും ടൈം കീപ്പിംഗ് ഉപയോഗിക്കുന്നുണ്ട്. Then it helps to ascertain overtime. ഒരു എംപ്ലോയി സാധാരണയിൽ കൂടുതൽ സമയം അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതിനേക്കാൾ കൂടുതൽ സമയം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എത്ര ഓവർ ടൈം ഉണ്ടായി എന്നറിയാൻ വേണ്ടി ടൈം കീപ്പിംഗ് ഹെൽപ്പ് ചെയ്യും. Then it helps to find out or ascertain idle time. ഒരു തൊഴിലാളി ജോലിയൊന്നും എടുക്കാതെ വെറുതെ സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെലവഴിച്ച സമയം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. It helps to ascertain labor cost. എംപ്ലോയീസിന്റെ ലേബർ എന്നുള്ള ഹെഡിൽ വരുന്ന അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ലേബർ ആയിട്ട് എത്ര തുക ചെലവഴിച്ചു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ടൈം കീപ്പിംഗ് ഉപയോഗിക്കാം. Then it helps to provide a basis for apportionment of overheads if it is based on labor hours. ലേബർ അവേഴ്സിനെ തൊഴിലാളികൾ ജോലി ചെയ്ത സമയത്തിനെ അടിസ്ഥാനമാക്കി എന്തെങ്കിലും ഒരു ഓവർഹെഡ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യത്തിന് ടൈം കീപ്പിംഗ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇറ്റ് ഹെൽപ്സ് ടു കൺട്രോൾ ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റിനെ നിയന്ത്രിക്കാൻ വേണ്ടി ടൈം കീപ്പിംഗ് ഉപയോഗിക്കാം. അതും ടൈം കീപ്പിംഗിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ആൻഡ് ഫൈനലി it helps to maintain discipline and punctuality among workers. വേസ്റ്റ് ഐഡിൽ ടൈം ഒന്നുമില്ലാതെ കൃത്യമായിട്ട് സമയത്തിന് തന്നെ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനും ഒക്കെ ഈ ടൈം കീപ്പിംഗ് സഹായിക്കും. ഇതൊക്കെയാണ് ഈ ടൈം കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായി ടൈം കീപ്പിങ്ങിനോട് സാമ്യമുള്ള അല്ലെങ്കിൽ ടൈം കീപ്പിംഗിന്റെ ഭാഗമായിട്ടുള്ള മറ്റൊന്നാണ് ടൈം ബുക്കിംഗ് എന്ന് പറയുക. ടൈം ബുക്കിംഗ് ഈസ് ദ റെക്കോർഡിംഗ് ഓഫ് ടൈം സ്പെൻഡ് ബൈ ദ വർക്കർ ഓൺ ഡിഫറന്റ് ജോബ്സ്. ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിന് വേണ്ടി എത്ര സമയം ചിലവഴിച്ചു എന്ന് റെക്കോർഡ് ചെയ്യുന്നതാണ് ടൈം ബുക്കിംഗിൽ വരിക.
സാധാരണയായിട്ട് ദിസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് ഡയറക്റ്റ് ലേബർ ഓർ ഡയറക്റ്റ് വർക്കേഴ്സ്. പലപ്പോഴും ഡയറക്റ്റ് ലേബറിനാണ് ഈ ടൈം ബുക്കിംഗ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. കാരണം അവരാണ് ഒരു പ്രത്യേക ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി നേരിട്ട് ഇടപെടുന്ന തൊഴിലാളികൾ. സോ ടൈം കീപ്പിംഗ് ഹാസ് ഗോട്ട് certain objectives. First of all, it helps to calculate labor cost of jobs done. ഒരു ജോലി ചെയ്ത് കഴിയുമ്പോൾ അതിന് എത്ര ലേബർ കോസ്റ്റ് ആയി എന്നറിയാൻ വേണ്ടി ടൈം ബുക്കിംഗ് ഉപയോഗിക്കാം. രണ്ടാമത്തെ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു അപ്പോർഷൻ ഓവർഹെഡ് എഗൻസ്റ്റ് ജോബ്സ്. ഓവർഹെഡുകൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഓവർഹെഡുകൾ ടൈം കീപ്പിങ്ങിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഓവർഹെഡുകൾ നമ്മൾ അപ്പോർഷൻ ചെയ്യാൻ വേണ്ടി അതിനൊരു ബേസ് ആയിട്ട് ടൈം ബുക്കിങ്ങിന്റെ റെക്കോർഡ് ഉപയോഗിക്കാം. Then it helps to evaluate performance of labor. ഒരു തൊഴിലാളിയുടെ അയാളുടെ ജോലി ചെയ്യുന്നതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ബുക്കിംഗ് റെക്കോർഡ്സ് നമുക്ക് ഉപയോഗിക്കാം. ഇത് പലപ്പോഴും ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് ദിസ് വി ക്യാൻ കമ്പയർ ദ ആക്ച്വൽ ലേബർ ടൈം വിത്ത് ബഡ്ജറ്റ് ടൈം. ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടി ഉദാഹരണമായിട്ട് 1 മണിക്കൂർ എന്ന് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ടൈം ബുക്കിങ്ങിന്റെ റെക്കോർഡുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ടൈം ആയിട്ടുള്ള 1 മണിക്കൂറിനുള്ളിൽ തന്നെയാണോ ജോലി തീർത്തത്, 50 മിനിറ്റോ അല്ലെങ്കിൽ 40 മിനിറ്റോ എടുത്തുള്ളോ, അതായത് നേരത്തെ ജോലി തീർന്നോ, അതോ 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കേണ്ട ജോലി ചെയ്യാൻ വേണ്ടി 1.25 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ എടുത്തിട്ടുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടി ടൈം കീപ്പിംഗ് ഉപയോഗിക്കാനായിട്ട് പറ്റും. Then it helps to ascertain idle time for the purpose of control. ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളി ജോലി ചെയ്യാതെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തിനെ നിയന്ത്രിക്കാനും കണ്ടുപിടിക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ടൈം ബുക്കിംഗ് റെക്കോർഡ്സ് ഉപയോഗിക്കാം. Then it helps to calculate ബോണസ്. തൊഴിലാളികൾക്ക് പലപ്പോഴും ബോണസ് കൊടുക്കേണ്ടി വരുമ്പോൾ അതിന്റെ എമൗണ്ട് എത്രയാണ്, ബോണസോ അതുപോലെ വേജസ് ആണെങ്കിലും ശരി, കൂലിയൊക്കെ കൊടുക്കേണ്ട സമയത്ത് അതിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ ടൈം ബുക്കിംഗ് റെക്കോർഡ്സ് ഉപയോഗിക്കാം. എസ്പെഷ്യലി ഇഫ് ദ പേയ്മെന്റ് ഓഫ് വേജസ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം ടേക്കൺ. ഒരു ജോലി ചെയ്യുന്നതിന് ചെലവായ സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂലി കൊടുക്കുന്നതെങ്കിൽ 1 മണിക്കൂറിന് ഇത്ര രൂപ എന്നുള്ള ക്രമത്തിലൊക്കെയാണ് ഒരു എംപ്ലോയിയെ വർക്കിന് വെച്ചിരിക്കുന്നതെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട വേജസ് എത്രയാണ്, അയാൾക്ക് ബോണസ് പോലുള്ള ആനുകൂല്യം കൊടുക്കേണ്ട കാര്യമുണ്ടെങ്കിൽ ആ ബോണസ് ആയിട്ട് എത്ര എമൗണ്ട് കൊടുക്കണം, ഇതൊക്കെ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ടൈം ബുക്കിംഗ് ഉപയോഗിക്കാം. And finally, to ensure that the time for which a worker is paid is properly utilized. ഒരു തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കുമ്പോൾ, വേജസ് കൊടുക്കുമ്പോൾ എത്ര സമയത്തിന് വേണ്ടിയാണോ വേജസ് കൊടുത്തത് ആ സമയം മുഴുവൻ അദ്ദേഹം ജോലിക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയും ഈ ടൈം ബുക്കിംഗ് സഹായിക്കാറുണ്ട്. Now let's see the differences between time keeping and time booking. പ്രധാനമായിട്ട് 3 വ്യത്യാസങ്ങളാണ് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും തമ്മിലുള്ളത്. First one, time keeping is concerned with the attendance and wage calculation of employees. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എംപ്ലോയിയുടെ അറ്റൻഡൻസ് കീപ്പ് ചെയ്യുകയും ഒക്കെയാണ് ടൈം കീപ്പിംഗിൽ വരിക. ബട്ട് ടൈം ബുക്കിംഗ് ഈസ് ദ റിപ്പോർട്ടിംഗ് ഓഫ് ഈച്ച് വർക്കേഴ്സ് ടൈം ഫോർ ഈച്ച് ജോബ്. ഓരോ ജോലി ചെയ്യാനും എത്ര സമയമായി എന്ന് കണ്ടുപിടിക്കുന്നതാണ്
അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ടിംഗ് ആണ് ടൈം ബുക്കിങ്ങിൽ വരുന്നത്. അപ്പൊ ടൈം കീപ്പിംഗിൽ ഒരു തൊഴിലാളി ഒരു പ്രത്യേക ദിവസം ജോലിക്ക് വന്നോ എന്നുള്ള കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ടൈം ബുക്കിങ്ങിൽ ഒരു പ്രത്യേക ജോലി ചെയ്യാൻ എത്ര സമയമെടുത്തു എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കുക. Secondly, the basic objective of timekeeping is to maintain the attendance record. Attendance record കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ടൈം കീപ്പിംഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ബട്ട് ടൈം ബുക്കിംഗ് ഈസ് യൂസ്ഡ് ടു അസർടൈൻ ലേബർ കോസ്റ്റ് ഓഫ് എ ജോബ്. എന്നാൽ ഒരു ജോലി ചെയ്യാൻ വേണ്ടി എത്ര ലേബർ കോസ്റ്റ് ആയി എന്ന് കണ്ടുപിടിക്കുകയാണ് ടൈം ബുക്കിംഗിന്റെ ഉപയോഗം. And finally, attendance register, time recording clocks, etc. are used for time keeping. Time keepingന് വേണ്ടിയിട്ട് അറ്റൻഡൻസ് രജിസ്റ്ററും അല്ലെങ്കിൽ ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് എന്ന് പറയുന്ന എക്വിപ്മെന്റ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ബട്ട് ഡെയിലി ടൈം ഷീറ്റ് ഓർ വീക്ക്ലി ടൈം ഷീറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ടൈം ബുക്കിംഗ്. ടൈം ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപാധികൾ എന്ന് പറയുന്നത് ഡെയിലി ടൈം ഷീറ്റും വീക്ക്ലി ടൈം ഷീറ്റും ഒക്കെയാണ്. സോ ദീസ് വെർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്. ഈ പറഞ്ഞ 3 പ്രധാന വ്യത്യാസങ്ങളാണ് ഇത് തമ്മിലുള്ളത്. Now let's see what are the documents used for time booking. ടൈം ബുക്കിങ്ങിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഡെയിലി ടൈം ഷീറ്റ്സ് ആണ്. പേരിൽ പറയുന്ന പോലെ ദിസ് ഈസ് എ ഡെയിലി റെക്കോർഡ് ഓഫ് ദ വർക്ക് ഡൺ ബൈ എ വർക്കർ. ഒരു തൊഴിലാളി ഒരു ദിവസം ചെയ്ത ജോലിയെ കാണിക്കുന്ന റെക്കോർഡാണ് ഡെയിലി ടൈം ഷീറ്റ് എന്ന് പറയുക. പേരിൽ പറയുന്ന പോലെ ഡെയിലി എഴുതുന്ന റെക്കോർഡാണ്, അല്ലെങ്കിൽ ഒരു ഡേയിലെ കാര്യങ്ങൾ സൂക്ഷിക്കുന്നതാണ് ഡെയിലി ടൈം ഷീറ്റ് ഉള്ളത്. സോ ഇറ്റ് ഷോസ് ദ ജോബ്സ് ഓൺ വിച്ച് ഹി വർക്ക്ഡ് ആൻഡ് ദ ടൈം സ്പെൻഡ് എഗൻസ്റ്റ് ഈച്ച് ജോബ്. ഏത് ജോലിയാണ് ഒരാള് ആ ദിവസം ചെയ്തതെന്നും ആ ജോലി ചെയ്യാൻ വേണ്ടി എത്ര സമയം ചിലവഴിച്ചു എന്നും ഡെയിലി ടൈം ഷീറ്റ് കാണിക്കും. ഒരു കമ്പനിയിൽ ഡെയിലി ടൈം ഷീറ്റ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അവിടെ സാധാരണ ചെയ്യുന്നത് 1 sheet ഈസ് അലോക്കേറ്റഡ് ടു ഈച്ച് വർക്കർ ആൻഡ് എ ഡെയിലി റെക്കോർഡ് ഈസ് മെയ്ഡ് therein. ഒരു എംപ്ലോയിക്ക് ഒരു ഡെയിലി ടൈം ഷീറ്റ് കൊടുക്കും. ഒരു ടൈം ഷീറ്റ് ഒരു എംപ്ലോയിക്ക് അലോട്ട് ചെയ്യും. ആ ഷീറ്റിൽ ആ എംപ്ലോയിയുടെ അന്നത്തെ ജോലിക്ക് വേണ്ടി ചെലവഴിച്ച സമയമൊക്കെ രേഖപ്പെടുത്തും. ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ, ഒരു എംപ്ലോയിയുടെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് ഒരു ടൈം ഷീറ്റിൽ, ഒരു ഡെയിലി ടൈം ഷീറ്റിൽ എഴുതുന്നത്. Second document is weekly time sheets. ഈ വീക്ക്ലി ടൈം ഷീറ്റ് എന്ന് പറയുന്നതും ഡെയിലി ടൈം ഷീറ്റുമായിട്ട് സാമ്യമുള്ളത് തന്നെയാണ്, ഏതാണ്ട് അതുപോലെ തന്നെയാണ്. The only difference is that instead of recording the work done for a day only, here we record time for all jobs done for a week. ഡെയിലി ടൈം ഷീറ്റിൽ ഒരു ദിവസത്തെ കാര്യങ്ങൾ മാത്രം രേഖപ്പെടുത്തുമ്പോൾ വീക്ക്ലി ടൈം ഷീറ്റിൽ ഒരാഴ്ച ചെയ്ത ജോലികളുടെ വിവരം, ഒരു തൊഴിലാളി ഒരാഴ്ച ചെയ്ത ജോലികളുടെ വിവരങ്ങൾ ഒരു വീക്ക്ലി ടൈം ഷീറ്റിൽ റെക്കോർഡ് ചെയ്യും. Then the third document is job ticket or job card. ജോബ് ടിക്കറ്റ് എന്നോ ജോബ് കാർഡ് എന്നോ ഒക്കെ അറിയപ്പെടുന്ന ഡോക്യുമെന്റ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത, ദിസ് പർട്ടിക്കുലർ കാർഡ് ഓർ ദിസ് പർട്ടിക്കുലർ ടിക്കറ്റ്, ജോബ് ടിക്കറ്റ് അല്ലെങ്കിൽ ജോബ് കാർഡ്, ദിസ് ഈസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് ജോബ്. ഓരോ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് എഴുതി സൂക്ഷിക്കുന്ന ഒന്നാണ് ജോബ് ടിക്കറ്റ് എന്ന് പറയുക. So this card is allotted to each worker
whenever a worker takes up a particular job, worker enters this card the time of starting the job and the time of finishing the job. ഒരു എംപ്ലോയി ഒരു ജോലി ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അയാൾ ജോലി ചെയ്യാൻ തുടങ്ങുന്ന സമയവും അതുപോലെ ആ ജോലി ചെയ്ത് കഴിയുന്ന സമയവും, അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയവും എൻഡ് ചെയ്യുന്ന സമയവും രേഖപ്പെടുത്തുന്ന കാർഡാണ് ജോബ് കാർഡ് അല്ലെങ്കിൽ ജോബ് ടിക്കറ്റ് എന്ന് പറയുക. ഇനി മറ്റൊന്നുണ്ട്, ടൈം ആൻഡ് ജോബ് കാർഡ്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ ദിസ് പർട്ടിക്കുലർ കാർഡ് ഹാസ് ഗോട്ട് 2 sections. One is to record the time and the other is recorded as a job card. ടൈം ആൻഡ് ജോബ് കാർഡിൽ 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നില് ടൈം ഷീറ്റിൽ കാണിക്കുന്നത് പോലെ സമയം ടൈം ഷീറ്റിലുള്ളതുപോലെ അല്ലെങ്കിൽ ടൈം കാർഡിലുള്ളതുപോലെ സമയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എഴുതും. അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ജോബ് ടിക്കറ്റ് അല്ലെങ്കിൽ ജോബ് കാർഡിലുള്ള വിവരങ്ങളും രേഖപ്പെടുത്തും. ഇപ്പോൾ ഡെയിലി ടൈം ഷീറ്റ് അല്ലെങ്കിൽ വീക്ക്ലി ടൈം ഷീറ്റിലും ജോബ് കാർഡിലും ഉള്ള 2 വിവരങ്ങളും രേഖപ്പെടുത്തുന്നതാണ് ടൈം ആൻഡ് ജോബ് കാർഡ് എന്ന് പറയുക. അടുത്ത ഡോക്യുമെന്റ് ആണ് പീസ് വർക്ക് കാർഡ് എന്ന് പറയുന്നത്. This is used in situations where workers are paid on piece rate system. ഒരു തൊഴിലാളികൾക്ക് പീസ് റേറ്റ് സിസ്റ്റം അയാൾ ചെയ്ത ജോലിയുടെ അളവിന്റെ അടിസ്ഥാനത്തിൽ, നമുക്ക് പിന്നീട് അത് വിശദമായിട്ട് കാണാം, പീസ് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ആണ് വേതനം കൊടുക്കുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നതാണ് പീസ് വർക്ക് കാർഡ് എന്ന് പറയുന്ന ഡോക്യുമെന്റ്. അപ്പം പ്രധാനമായിട്ടും ഈ 5 തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് ടൈം ബുക്കിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നത്. Now let's see what is idle time. See, wastage of time during working hours is considered as idle time. അതായത് ജോലി സമയത്ത് ജോലി ചെയ്യാതെ ഒരു എംപ്ലോയി മൂലം വേസ്റ്റ് ആവുന്ന സമയം അല്ലെങ്കിൽ ഒരു എംപ്ലോയി ജോലി ചെയ്യാതിരിക്കുന്ന സമയത്തിനെ ഐഡിൽ ടൈം എന്ന് പറയും. സോ വി ക്യാൻ ഡിഫൈൻ ഇറ്റ് ആസ് ദാറ്റ് ടൈം ഫോർ വിച്ച് എംപ്ലോയീസ് ആർ പെയ്ഡ് ബട്ട് നോ പ്രൊഡക്ഷൻ ഈസ് ഒബ്റ്റെയിൻഡ്. എംപ്ലോയീസിന് വേതനം കൊടുക്കുകയും എന്നാൽ അവർ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിലൊന്നും ഏർപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സമയത്തിനെ ഐഡിൽ ടൈം എന്ന് പറയാം. സോ ദിസ് ഈസ് ദ ടൈം വിച്ച് കാനോട്ട് ബി ആട്രിബ്യൂട്ടഡ് ഡയറക്ട്ലി ടു എനി പ്രൊഡക്റ്റീവ് വർക്ക്. ഈ സമയത്തിന്റെ ഒരു പ്രത്യേകത, വി കാനോട്ട് ആട്രിബ്യൂട്ട് ദിസ് ടൈം ടു എനി വർക്ക്. ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി എടുത്ത സമയമാണ് എന്ന് നമുക്കിതിനെ പലപ്പോഴും കണക്കാക്കാനായിട്ട് പറ്റില്ല. സോ ഐഡിൽ ടൈം മേ റെപ്രസെന്റ് ലോസ് ഓഫ് ടൈം ഓഫ് ലേബർ ഡ്യൂ ടു ലാക്ക് ഓഫ് മെറ്റീരിയൽ, ബ്രേക്ക് ഡൗൺ ഓഫ് മെഷീനറി ഓർ ഫെയിലിയർ ഓഫ് പവർ സപ്ലൈ. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും ഐഡിൽ ടൈം ഉണ്ടാവാറുണ്ട്. റോ മെറ്റീരിയൽസ് തീർന്നു പോവുകയാണെങ്കിലോ, മെഷീൻ ചീത്തയായി പോവുകയോ അല്ലെങ്കിൽ പവർ സപ്ലൈ ഫെയിൽ ആവുകയോ ഒക്കെ ചെയ്യുന്ന സമയം ഐഡിൽ ടൈമായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇങ്ങനെയുള്ള ഐഡിൽ ടൈമുകളെ 2ആയിട്ട് തരംതിരിക്കാറുണ്ട്. നോർമൽ ഐഡിൽ ടൈം എന്നും അബ്നോർമൽ ഐഡിൽ ടൈം എന്നും. നോർമൽ ഐഡിൽ ടൈം ഈസ് ദാറ്റ് ഐഡിൽ ടൈം വിച്ച് cannot be avoided and is incidental to production. So these are part of usual work and caused without intention. നോർമൽ ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഐഡിൽ ടൈമിനെയാണ് നമ്മൾ നോർമൽ ഐഡിൽ ടൈം എന്ന് പറയാം. ഇത് സാധാരണ ഒരു ജോലിയുടെ ഭാഗമാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ എനി ഇന്റൻഷൻ. പ്രത്യേകിച്ച് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം ജോലി ചെയ്യാതിരിക്കുന്നതൊന്നുമല്ല. ഒരു ജോലിയുടെ ഭാഗമായിട്ട് തന്നെയുള്ള
ഐഡിൽ ടൈമിനെയാണ് നോർമൽ ഐഡിൽ ടൈം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ടൈം ടേക്കൺ ഇൻ ഗോയിങ് ഫ്രം ദ ഫാക്ടറി ഗേറ്റ് ടു ദ ഡിപ്പാർട്ട്മെന്റ്, or time taken for personal needs like go to toilet or tea, or time taken for machine maintenance. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഫാക്ടറിയിലെ ഗേറ്റിൽ നിന്നും ജോലി സ്ഥലത്തേക്ക് അല്ല ഫാക്ടറിക്കുള്ളിലേക്ക് പോകാൻ എടുക്കുന്ന സമയമോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനോ ഒക്കെ എടുക്കുന്ന സമയം, ഇതുപോലെയൊക്കെയുള്ള അല്ലെങ്കിൽ മെഷീൻ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം, ഇങ്ങനെയൊക്കെയുള്ള ഐഡിൽ ടൈമുകളെയാണ് നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുക. ഇത് ജോലിയുടെ ഭാഗവുമാണ്. So, normal idle time is of such a nature that it cannot be avoided, and its cost is an expense with which the employer must bear. ഇങ്ങനെയുള്ള ഐഡിൽ ടൈം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഈ ചെലവ് സാധാരണഗതിയിൽ എംപ്ലോയർ സഹിച്ചേ പറ്റുകയുള്ളൂ. ഒഴിവാക്കാൻ പറ്റാത്ത ഐഡിൽ ടൈമിനെ നമുക്ക് നോർമൽ ഐഡിൽ ടൈം എന്ന് പറയാം. But abnormal idle time is that time the wastage of which can be avoided if proper precautions are taken. ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുകയാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഐഡിൽ ടൈമുകളെയാണ് അബ്നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുക. So it can be reduced or avoided by maintaining the operational efficiency in the organization. ഓർഗനൈസേഷൻ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോവുകയാണെങ്കിൽ, ഉദാഹരണം ബ്രേക്ക് ഡൗൺ ഇല്ലാതെ നടത്തിക്കൊണ്ടുപോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മെഷീൻ ഫെയിൽ ആവാതെ മെഷീൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പവർ സപ്ലൈ സിസ്റ്റം ഒക്കെ നല്ല രീതിയിലുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഐഡിൽ ടൈം ഒഴിവാക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന ഐഡിൽ ടൈമിനെ അബ്നോർമൽ ഐഡിൽ ടൈം എന്ന് പറയാം. Now we are going to see various systems of wage payment. See, a wage is a monetary compensation, or wage is a remuneration paid by an employer to an employee in exchange for his work, or in exchange for the work done. ഒരു തൊഴിലാളി ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലമായി കൊടുക്കുന്ന തുകയാണ് വേജ് എന്ന് നമ്മൾ പറയുക. So this is a compensation for the efforts made by the employees. എംപ്ലോയി ചെയ്ത ജോലിക്ക് കോമ്പൻസേഷനായിട്ട് കൊടുക്കുന്ന തുകയാണിത്. ഇൻഡസ്ട്രികളിൽ പലതരത്തിലുള്ള വേജ് പേയ്മെന്റ് സിസ്റ്റംസ് ഇന്ന് കാണാനായിട്ട് സാധിക്കും. അടിസ്ഥാനമായി 2 രീതിയിലുള്ള വേജ് പേയ്മെന്റ് ആണ് പൊതുവെ ഇൻഡസ്ട്രികളിലുള്ളത്. ഒന്നാമത്തത് ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുന്ന രീതിയാണ്. ഈ ടൈം റേറ്റ് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത, ദിസ് ഇസ് ദ ഓൾഡസ്റ്റ് ഓഫ് ദ വേജ് പേയ്മെന്റ് സിസ്റ്റംസ്. ഏറ്റവും ആദ്യകാലം മുതൽ നിലനിന്നു പോരുന്ന ഒരു രീതിയാണ് ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയാം. സോ ഇൻ ദിസ് സിസ്റ്റം ടൈം ഈസ് ടേക്കൺ ആസ് ദ ബേസിസ് ഓഫ് പേയ്മെന്റ്. ഒരു എംപ്ലോയി ജോലിക്ക് വേണ്ടി എടുക്കുന്ന സമയത്തിനെ അടിസ്ഥാനമാക്കി ശമ്പളം കൊടുക്കുന്ന രീതിയാണ് ടൈം റേറ്റ് സിസ്റ്റത്തിൽ ഉള്ളത്. So labor is paid for the time worked irrespective of the volume of production. അപ്പോൾ എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്തു, ഉൽപ്പന്നം ഉണ്ടാക്കി എന്നൊന്നും പരിഗണിക്കുന്നില്ല. അത് നോക്കാതെ എത്ര സമയം ജോലി ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ലേബറിന് കൂലി കൊടുക്കുന്ന സിസ്റ്റമാണ് ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുക. സോ ടൈം റേറ്റ് സിസ്റ്റം സാധാരണഗതിയിൽ കാണുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. ടൈം റേറ്റ് ഈസ് ഈക്വൽ ടു അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു റേറ്റ് പെർ അവർ. എത്ര മണിക്കൂർ ജോലി ചെയ്തോ അതിനെ 1 മണിക്കൂറിന് കൊടുക്കേണ്ട കൂലി കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ടൈം റേറ്റ് സിസ്റ്റം അനുസരിച്ചിട്ടുള്ള വേജസ് എത്രയാണെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പേയ്മെന്റ് മേ ബി ബേസ്ഡ് അപ്പോൺ ദ അവർ, ദ ഡേ ഓർ ദ വീക്ക്, ഓർ ഇറ്റ് മേ ബി എ ഫിക്സഡ് സാലറി. അപ്പോൾ പേയ്മെന്റ് ഇതിൽ പല രീതിയിൽ കൊടുക്കാറുണ്ട്. ഒരു ദിവസത്തെ കൂലിയായിട്ടോ, ഒരാഴ്ചയിലെ കൂലിയായിട്ടോ, അല്ലെങ്കിൽ ഒരു മാസത്തെ ഒരു നിശ്ചിത തുക ശമ്പളം എന്നുള്ള രൂപത്തിലോ ഒക്കെ കൊടുക്കാറുണ്ട്. ബട്ട് ദിസ് സിസ്റ്റം ഹാസ് ഗോട്ട് എ ഡ്രോബാക്ക്. ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് ആർ മോർ കൺസേൺഡ് അബൌട്ട് കംപ്ലീറ്റിംഗ് ദെയർ ടൈം ഓൺ ദ ജോബ് റാദർ ദാൻ ദ ഔട്ട്പുട്ട് ഓൺ ദ ജോബ്. Therefore, in this system, we need a close supervision
പലപ്പോഴും സംഭവിക്കുന്നതാണ്, ടൈം റേറ്റ് സിസ്റ്റത്തിൽ ജോലിക്ക് ഹാജരായിരിക്കുന്ന സമയം എത്രയാണെന്ന് നോക്കിയിട്ടാണ് കൂലി കൊടുക്കുക. അതുകൊണ്ട് പലപ്പോഴും ആൾക്കാർ ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ജോലി തീർക്കുന്നതിനേക്കാൾ കൂടുതൽ സമയത്തിന് പ്രാധാന്യം കൊടുക്കും. അപ്പോൾ ജോലി തീർക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അവിടെ ചിലവഴിക്കാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കമ്പനിയിലുള്ള പല സമയത്തും ജോലി ചെയ്യാതിരുന്നാലും കൂലി കിട്ടാൻ സാധ്യതയുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് കൂടുതൽ സൂപ്പർവിഷൻ ആവശ്യമുള്ള ഒന്നാണ് ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിന് ചില അഡ്വാൻറ്റേജുകൾ ഉണ്ട്. ഒന്നാമത്, വർക്കേഴ്സ് ആർ സെൽഫ് മോട്ടിവേറ്റഡ് ടു സ്റ്റേ ഓൺ ദ വർക്ക് ആൻഡ് ദെയർ ഈസ് നോ നീഡ് ടു ഫോഴ്സ് ദം. ജോലി സ്ഥലത്ത് തന്നെ തുടരണം അല്ലെങ്കിൽ ജോലിക്ക് കൃത്യസമയത്ത് ഹാജരാവണം എന്ന് ഉള്ളതുകൊണ്ട് പലപ്പോഴും ആൾക്കാർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ആ ജോലി സ്ഥലത്ത് ആ സമയത്ത് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അവരെ നിർബന്ധിച്ച് എത്തിച്ചേർക്കേണ്ട ആവശ്യമില്ല അവിടെ. രണ്ടാമത്, ദിസ് സിസ്റ്റം ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ലേബർ ആൻഡ് ഈസി ടു ഇംപ്ലിമെന്റ് ബൈ ദ എംപ്ലോയർ. വളരെ എളുപ്പത്തിൽ ലേബർ കോസ്റ്റ് ഒക്കെ അല്ലെങ്കിൽ കൊടുക്കേണ്ട വേജസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുകയും അതുപോലെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുക. തേർഡ്ലി, അണ്ടർ ദിസ് സിസ്റ്റം വർക്കേഴ്സ് ഗെറ്റ് ഫിക്സഡ് മന്ത്ലി, ഡെയിലി or hourly wage rate for the smooth functioning of their life. ഇവിടെ ഉൽപാദനത്തിനെ അടിസ്ഥാനമാക്കിയല്ല കൂലി കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു സ്ഥിര വരുമാനം, ദിവസ കൂലിയോ ആഴ്ചയിൽ ഒന്നിച്ചു കൊടുക്കുന്ന രീതിയിലോ ഒക്കെ ആയിട്ട് ഒരു സ്ഥിര വരുമാനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ ജീവിതം നല്ല രീതിയിൽ നടത്താൻ വേണ്ടി ഇത് സഹായിക്കും. Fourthly, this method is comparatively cheaper. വളരെ കുറഞ്ഞ ചിലവുള്ള ഒരു സിസ്റ്റമാണ് ടൈം വേജ് സിസ്റ്റം എന്ന് പറയാം. Moreover, the workers are assured of minimum wages, which gives them a sense of security. തൊഴിലാളികൾക്ക് ഒരു മിനിമം കൂലി ഉറപ്പാക്കുന്ന ഒരു രീതിയാണ് ടൈം വേജ് സിസ്റ്റം. അവരവിടെ ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും കൂലി കിട്ടിയിരിക്കും. ഇങ്ങനെയല്ലാത്തുള്ള മറ്റു പല സിസ്റ്റങ്ങളും ഉണ്ട്, നമുക്ക് പിന്നീട് കാണാം. ടൈം വേജ് സിസ്റ്റത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് മിനിമം വേജസ് ആണ്. ദെൻ വർക്കേഴ്സ് അവോയ്ഡ് ഓവർ സ്പീഡിംഗ് ആൻഡ് ദിസ് കോസ് ലെസ് ഡാമേജ് ടു ദ മെഷീൻസ് ഓർ എക്യുപ്മെന്റ്സ് ആൻഡ് പ്രൊഡ്യൂസ് ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്. ഇവിടെ ഉൽപാദനത്തിനെ അടിസ്ഥാനമാക്കിയല്ല കൂലി കൊടുക്കുന്നത്, സമയത്തിനെ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് ആവശ്യമില്ലാതെ തിരക്ക് പിടിച്ച് ജോലി ചെയ്ത് മെഷീനുകളൊക്കെ കേടാക്കാനോ അല്ലെങ്കിൽ മോശം ക്വാളിറ്റി ഉൽപ്പന്നം ഉണ്ടാക്കാനോ ഒക്കെയുള്ള സാധ്യത കുറവാണ്. ആൻഡ് ഫൈനലി, ട്രേഡ് യൂണിയൻസ് ജനറലി പ്രിഫർ ദിസ് മോഡ് ഓഫ് പേയ്മെന്റ്. ട്രേഡ് യൂണിയൻസ് പലപ്പോഴും അംഗീകരിച്ചിട്ടുള്ള ഒരു വേജ് സിസ്റ്റമാണ് ടൈം വേജ് സിസ്റ്റം എന്ന് പറയാം. ബട്ട് ഇറ്റ് ഹാസ് ഗോട്ട് സം ഡിസഡ്വാൻറ്റേജസ്. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്, ടൈം വേജ് സിസ്റ്റം ഡസ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആൻഡ് എഫിഷ്യന്റ് ആൻഡ് ഇൻഎഫിഷ്യന്റ് വർക്കർ. ഒരു നല്ല തൊഴിലാളിയെയും മോശം തൊഴിലാളിയെയും ഒരേപോലെയാണ് ഈ സിസ്റ്റത്തിൽ ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും തുല്യ വേതനമാണ് കൊടുക്കുക. ഓൾ ആർ പെയ്ഡ് ഈക്വൽ വേജസ്. സെക്കൻഡ്ലി, വർക്കേഴ്സ് കോൺസെൻട്രേറ്റ് മോർ ഓൺ അവേഴ്സ് കംപ്ലീഷൻ റാദർ ദാൻ വർക്ക്. ജോലിയേക്കാൾ കൂടുതൽ തൊഴിലാളികള് ജോലി സമയം പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കാം. ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. ജോലി സമയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. തേർഡ്ലി, ഈവൻ ഇൻ കേസ് ഓഫ് നോ വർക്ക് ഈസ് അസൈൻഡ് ടു ദം ബട്ട് ദേ ആർ ലയബിൾ ടു കോമ്പൻസേറ്റ് ദ ടൈം. ഒരു ജോലിയും ഒരു തൊഴിലാളിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ടൈം റേറ്റ് സിസ്റ്റം അനുസരിച്ച് അയാൾക്ക് സമയത്തിന്റെ വേതനം കൊടുക്കണം. ഫോർത്തിലി, there is no incentive to work more. നാലാമത്തെ ഒരു ഡ്രോബാക്ക്, കൂടുതൽ ജോലി ചെയ്യാൻ ഒരാളിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയും ഈ ഒരു സിസ്റ്റത്തിലില്ല. മറ്റു പല സിസ്റ്റത്തിലും
തൊഴിലാളികൾക്ക് ഉൽപാദനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂലി കൊടുക്കുമ്പോൾ കൂടുതൽ ജോലി ചെയ്യുന്ന ആളിന് കൂടുതൽ കൂലി കിട്ടുന്ന സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതുപോലെയുള്ള ഒരു മോട്ടിവേഷൻ ഒന്നും ഇവിടെ ഇല്ല. ഫൈനലി ഇറ്റ് നീഡ്സ് സൂപ്പർവിഷൻ സോ ദാറ്റ് വർക്കേഴ്സ് ഡു നോട്ട് വേസ്റ്റ് ദെയർ ടൈം. തൊഴിലാളികൾ അവരുടെ സമയം വേസ്റ്റ് ആവാതെ ജോലി ചെയ്യാൻ വേണ്ടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ പലപ്പോഴും ഈ സമ്പ്രദായത്തിൽ ആവശ്യമായിട്ട് വരാറുണ്ട്. ഇതാണ് ടൈം റേറ്റ് സിസ്റ്റത്തിന്റെ ഡിസഡ്വാൻറ്റേജസ്. അടുത്തത് രണ്ടാമത്തെ രീതിയാണ് പീസ് റേറ്റ് സിസ്റ്റം. Under this system, a worker is paid a fixed amount per unit produced, irrespective of time taken. ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത, ഒരു തൊഴിലാളിക്ക് കൂലി കൊടുക്കുന്നത് അവൻ ഉൽപ്പാദിപ്പിച്ച പ്രൊഡക്റ്റുകളുടെ എണ്ണത്തിന്റെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. So a rate per unit of output is fixed and wages are calculated on the basis of output. ആ തൊഴിലാളി ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന്റെ അളവിനോ അല്ലെങ്കിൽ എണ്ണത്തിനോ അടിസ്ഥാനമാക്കിയാണ് കൂലി കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഉൽപ്പന്നത്തിന് അല്ലെങ്കിൽ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി പ്രൊഡക്റ്റിന് ഇത്ര രൂപ കൂലി എന്നുള്ള രീതിയിലാണ് ഇവിടെ കൂലി കൊടുക്കുക. സോ ജനറലി വർക്കേഴ്സ് ആർ ഗിവൺ എ ടാർഗറ്റ് ഫോർ പ്രൊഡക്ഷൻ. പലപ്പോഴും നേരത്തെ തന്നെ ഒരു നിശ്ചിത പ്രൊഡക്ഷൻ ടാർഗറ്റ് അവർക്ക് കൊടുക്കും. ഇത്ര യൂണിറ്റ് ഉണ്ടാക്കണം എന്ന് മുൻകൂട്ടി ഒരു ടാർഗറ്റ് കൊടുക്കും. ചില കേസിലാണെങ്കിൽ അവര് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത്രയും സമയത്തിനുള്ളിൽ, ആ നിശ്ചിത സമയത്തിനുള്ളിൽ നിശ്ചിത ജോലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും അവർക്ക് കൂലി കൊടുക്കാതിരിക്കുകയോ കുറവ് കൂലി കൊടുക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. മറ്റു ചില കേസിലാണെങ്കിൽ അതുപോലെ ടാർഗറ്റ് അവർക്ക് പറഞ്ഞിരിക്കുന്ന ജോലിയേക്കാൾ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ, ഈ പെർഫോമൻസ് ഈസ് മോർ ദാൻ ദ ടാർഗറ്റ്, അവർക്ക് കൂടുതൽ വേജസ് കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ഇഫ് ദ പെർഫോമൻസ് ഈസ് അപ് ടു ദ മാർക്ക് ദെൻ ദേ വിൽ ഗെറ്റ് ദ സ്റ്റാൻഡേർഡ് റേറ്റ്. ഇങ്ങനെയൊക്കെയുള്ള പല രീതികളും ഈ പീസ് റേറ്റ് സിസ്റ്റത്തിൽ ഉണ്ട്. അപ്പൊ എന്തായാലും പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളി ചെയ്യുന്ന ജോലിയുടെ അളവിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിന്റെ എണ്ണമോ അതിന്റെ അളവോ ഒക്കെ ആവാം, അയാൾ ചെയ്യുന്ന അയാളുടെ ഔട്ട്പുട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂലി കൊടുക്കുന്നതാണ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് പീസ് റേറ്റ് സിസ്റ്റത്തിൽ 4 മെത്തേഡുകളാണ് ഉള്ളത്. 4 ടൈപ്പ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റംസ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തതാണ് സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം. വളരെ കോമൺ ആയിട്ടുള്ള പീസ് റേറ്റ് സിസ്റ്റമാണ് സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയാം. സോ ഹിയർ payment is made as per the number of units produced and at a fixed rate per unit. മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ കൂലി കൊടുക്കുന്നത് എത്ര യൂണിറ്റ് ഉൽപ്പന്നം ഒരാൾ ഉണ്ടാക്കി എന്ന് നോക്കിയിട്ട് ഒരു ഉൽപ്പന്നത്തിന് നിശ്ചിത തുക എന്നുള്ള കണക്കിലാണ് കൂലി കൊടുക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് 2 രൂപയാണെങ്കിൽ 10 യൂണിറ്റ് ഉണ്ടാക്കിയ 10 പ്രോഡക്റ്റ് ഉണ്ടാക്കിയ എംപ്ലോയിക്ക് 10 ഗുണം 2 20 രൂപ കിട്ടും. 20 യൂണിറ്റ് ഉണ്ടാക്കിയ എംപ്ലോയിക്ക് 40 രൂപ കിട്ടും. അങ്ങനെ കണ്ടുപിടിക്കും. സോ പീസ് റേറ്റ് കാണുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻടു റേറ്റ് പെർ യൂണിറ്റ്. ഈ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇത് ചില അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, ലേബേഴ്സ് ആർ സെൽഫ് മോട്ടിവേറ്റഡ് ടു വർക്ക് ആൻഡ് കംപ്ലീറ്റ് ദെയർ ടാർഗറ്റ്. ലേബറിന് അവർക്ക് കിട്ടുന്ന കൂലി ഉൽപാദനത്തിനെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് അവര് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊള്ളും. രണ്ടാമത്, ലേബർ ഗെറ്റ് ഫ്ലെക്സിബിലിറ്റി ഓർ ഫ്ലെക്സിബിൾ വർക്ക് എൻവയൺമെന്റ് ആസ് എംപ്ലോയീസ് ആർ കൺസേൺഡ് അബൌട്ട് ദ ഔട്ട്പുട്ട് ദാൻ ദ ടൈം. ഇവിടെ എംപ്ലോയേഴ്സ് അവരുടെ ഔട്ട്പുട്ടിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ എംപ്ലോയിക്ക് ഇഷ്ടമുള്ള സമയത്ത് വന്ന് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള അത്രയും സമയം എടുത്ത് ജോലി ചെയ്യാനോ ഒക്കെ സാധിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്ക് എൻവയൺമെന്റ് എംപ്ലോയീസിന് ഈ സിസ്റ്റത്തിൽ നിന്നും കിട്ടാറുണ്ട്. തേർഡ്ലി,
this system increases the efficiency and productivity of the workers. തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഈ സിസ്റ്റം പലപ്പോഴും കാരണമാവാറുണ്ട്. അവരുടെ എഫിഷ്യൻസി കൂട്ടാനും ഒക്കെ കാരണമാകും. കാരണം കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ജോലി ചെയ്യാൻ അവർ ശ്രമിക്കും. കാരണം കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കിയാലേ കൂടുതൽ കൂലി കിട്ടുകയുള്ളൂ എന്നുള്ളതുകൊണ്ട്. Fourthly, it distinguishes between an efficient and inefficient worker. നല്ലവണ്ണം ജോലി ചെയ്യുന്ന ആളിന് കൂടുതൽ കൂലി കിട്ടുന്ന ഒരു രീതിയാണ് ഈ സിസ്റ്റത്തിലുള്ളത്. അതുകൊണ്ട് നന്നായിട്ട് പണിയെടുക്കുന്നവരെയും അത്ര നന്നായി മികച്ച രീതിയിലല്ലാതെ ജോലി ചെയ്യുന്ന തൊഴിലാളികളെയും വേർതിരിക്കാൻ വേണ്ടി ഈ സിസ്റ്റം കാരണമാകുന്നുണ്ട്. ആൻഡ് ഫൈനലി, സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ഈസ് നോട്ട് നീഡഡ്. വളരെ കർശനമായിട്ടുള്ള സൂപ്പർവിഷൻ ഒന്നും ഇവിടെ ആവശ്യമില്ല. കാരണം എംപ്ലോയീസിന്റെ ഔട്ട്പുട്ടിനനുസരിച്ചാണ് അവർക്ക് കൂലി കൊടുക്കുന്നത്. അതുകൊണ്ട് കൂലി കിട്ടാൻ വേണ്ടി അവർ തന്നെത്താനെ കൂടുതൽ ജോലി ചെയ്തുകൊള്ളും എന്നാണ് ഇതിന്റെ കൺസെപ്റ്റ്. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളാണ് പീസ് റേറ്റ് വേജ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ദിസ് സിസ്റ്റം ഹാസ് ഗോട്ട് സർട്ടൻ ഡിസഡ്വാൻറ്റേജസ്. ഒന്നാമത്, സംടൈംസ് അണ്ടർ ദിസ് മെത്തേഡ് ലേബേഴ്സ് കോംപ്രമൈസ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഇൻ ദ ഹറി ഓഫ് കംപ്ലീറ്റിംഗ് ദ ടാർഗറ്റ്. പലപ്പോഴും പെട്ടെന്ന് ജോലി ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു തിരക്ക് കൊണ്ട്, ധൃതി കൊണ്ട് ക്വാളിറ്റി മോശമാവാനുള്ള സാധ്യതയുണ്ട്. അവര് എണ്ണത്തിന്, ക്വാണ്ടിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സെക്കൻഡ്ലി, മെയിൻറ്റെയിനിങ് the record of production by each worker is difficult on the daily basis. പലപ്പോഴും ഓരോ ദിവസവും ഓരോ തൊഴിലാളിയും ചെയ്ത ജോലികളുടെ റെക്കോർഡൊക്കെ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മറ്റു സിസ്റ്റം പോലെ അത്ര എളുപ്പമല്ല. Then maintaining a discipline in working regarding entry and exit time is also difficult under this system. മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വേണ്ടി എത്തിച്ചേരേണ്ട സമയവും അതുപോലെ പുറത്തു പോകേണ്ട സമയവും ഇതൊക്കെ കർശനമായിട്ട് നടപ്പാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ഔട്ട്പുട്ടിനാണ് പ്രാധാന്യം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡിസിപ്ലിൻ നടപ്പിൽ വരുത്തുക എന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടാവും. Then workers try to produce maximum quantity to increase their wages. So in this process, the quality of product is ignored. ആദ്യം പറഞ്ഞതുപോലെ പലപ്പോഴും പെട്ടെന്ന് ജോലി തീർക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ക്വാളിറ്റി പലപ്പോഴും ചിന്തിക്കാറില്ല. Fifthly, minimum amount of wages is not guaranteed under the system. ഒരു നിശ്ചിത തുക സ്ഥിരമായിട്ട് വരുമാനം കിട്ടാനുള്ള സാധ്യത ഇവിടെ ഇല്ല. ഒരു മിനിമം വേജസ് പലപ്പോഴും കിട്ടണമെന്നില്ല. കാരണം ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായിട്ടാണ് കൂലി കിട്ടുക. ഇതിൽ തന്നെയുള്ള പല സിസ്റ്റങ്ങളിലും സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പനി വെച്ചിരിക്കുന്ന ഔട്ട്പുട്ട് അച്ചീവ് ചെയ്തില്ലെങ്കിൽ, അത്രയും ജോലി ചെയ്തില്ലെങ്കിൽ ₹1 പോലും കൂലി കിട്ടാത്ത സിസ്റ്റങ്ങളും പീസ് റേറ്റ് സിസ്റ്റത്തിൽ വരാറുണ്ട്. ഇതിന്റെ പല ഭാഗത്തും വരാറുണ്ട്. അതുകൊണ്ട് പലപ്പോഴും മിനിമം വേജസ് ഗ്യാരണ്ടി ചെയ്യാത്ത ഒരു സിസ്റ്റം ആയിട്ട് ഇവയെ കണക്കാക്കാം. ട്രേഡ് യൂണിയൻസ് ജനറലി ഒപ്പോസ് ദിസ് സിസ്റ്റം. പലപ്പോഴും ഒരേ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പല കൂലി കിട്ടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ട്രേഡ് യൂണിയനുകൾ പലപ്പോഴും ഈ സിസ്റ്റത്തിനെ അംഗീകരിക്കാറില്ല. ഇനി അടുത്ത രണ്ടാമത്തെ സിസ്റ്റമാണ് ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഈ ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്ന FW ടെയ്ലർ അദ്ദേഹം കൊണ്ടുവന്ന സിസ്റ്റമാണ് ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. പീസ് റേറ്റ് സിസ്റ്റം തന്നെയാണ്, പക്ഷെ ഒരു പ്രത്യേകത ഡിഫറൻഷ്യൽ എന്നുള്ള ഒരു വാക്കുകൂടെ നമുക്കിവിടെ കാണാൻ പറ്റും. ഡിഫറന്റ് ആയിട്ട് പീസ് റേറ്റ് സിസ്റ്റത്തിൽ തന്നെ ചില
ഡിഫറൻസസ് പേയ്മെന്റിൽ വരുന്ന ഒരു സിസ്റ്റമാണ് ഈ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ ടെയ്ലറുടെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയാം. ഇവിടെ ഡിഫറൻസ് വരാനുള്ള ഒരു കാരണം ദിസ് സിസ്റ്റം ഈസ് ബേസ്ഡ് അപ്പോൺ 2 or more ഫിക്സഡ് പീസ് റേറ്റ്. 2 അതിലധികമോ പീസ് റേറ്റിലാണ് ഇവിടെ കൂലി നിശ്ചയിക്കുന്നത്. ദാറ്റ് ഈസ് ഇഫ് എ വർക്കർ പെർഫോംസ് ദ വർക്ക് വിത്തിൻ or less than the standard time, he is paid a higher piece rate. ഒരു തൊഴിലാളി മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ടൈമിലോ അല്ലെ അതിനുള്ളിലോ അതിനേക്കാൾ കുറഞ്ഞ സമയത്തോ ജോലി ചെയ്ത് തീർക്കുകയാണെങ്കിൽ അയാൾക്ക് പലപ്പോഴും ഹൈ റേറ്റിലാണ് കൂലി കൊടുക്കുക. പലപ്പോഴും സ്റ്റാൻഡേർഡ് റേറ്റ് 100 രൂപയാണെങ്കിൽ ഇയാൾക്ക് 120% കൂലി കൊടുക്കും. അതായത് 100 രൂപയാണ് സ്റ്റാൻഡേർഡ് എങ്കിൽ ഇയാൾക്ക് 120 രൂപ കൂലിയായിട്ട് കൊടുക്കും, കുറഞ്ഞ സമയത്ത് ജോലി ചെയ്ത് കഴിഞ്ഞതുകൊണ്ട്. ബട്ട് ഇഫ് ഹി ഡസ് നോട്ട് കംപ്ലീറ്റ് ദ വർക്ക് വിതിൻ ദ സ്റ്റാൻഡേർഡ് ടൈം, ഹി ഈസ് ഗിവൺ അറ്റ് എ ലോവർ പീസ് റേറ്റ്. ഇനിയും പറഞ്ഞ സമയത്തിനുള്ളിൽ അയാൾക്ക് ജോലി ചെയ്ത് തീർക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന കൂലിയിൽ കുറവ് വരും. 80% കൂലി മാത്രമേ അയാൾക്ക് കൊടുക്കുകയുള്ളൂ. അപ്പൊ ഇതിന്റെ ഇത് കണക്ക് കൂട്ടുന്ന ഇങ്ങനെയാണ്. നോർമലായിട്ട് ജോലി ചെയ്താൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കുന്നതിന് 100 രൂപ കിട്ടേണ്ട ഒരു സ്ഥാനത്ത് പെട്ടെന്ന് ജോലി തീർക്കുകയാണെങ്കിൽ, പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ ജോലി തീർക്കുകയാണെങ്കിൽ 100 രൂപയ്ക്ക് പകരം 120 രൂപ കിട്ടും. എന്നാൽ സമയത്ത് ജോലി തീർന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ 100 രൂപയ്ക്ക് പകരം 80 രൂപ മാത്രമേ കിട്ടുകയുള്ളൂ. So here the minimum wages of the workers are not guaranteed. ഈ സിസ്റ്റത്തിന് ചില ഒബ്ജക്റ്റീവുകളുണ്ട്. ഒന്നാമത്, it discourages below average worker by providing no guaranteed wages and setting low piece rate for low level of production. ഇവിടെ പലപ്പോഴും ബിലോ ആവറേജ് വർക്കേഴ്സിന് ഈ സിസ്റ്റം പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം. കാരണം അവരെ സംബന്ധിച്ച് അവര് നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നിശ്ചിത യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞ കൂലി മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു സ്ഥിരമായിട്ട് ഒരു ഗ്യാരണ്ടീഡ് വേജസ് ഒന്നും ഈ സിസ്റ്റത്തിൽ ഇല്ല. സെക്കൻഡ്ലി, ഇറ്റ് റിവാർഡ്സ് ദ എഫിഷ്യന്റ് വർക്കർ ബൈ സെറ്റിംഗ് ഹയർ പീസ് റേറ്റ് ഫോർ ഹയർ ലെവൽ ഓഫ് വർക്ക് പ്രൊഡക്ഷൻ. എന്നാൽ എഫിഷ്യന്റ് ആയിട്ടുള്ള, നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് ഈ സിസ്റ്റം സന്തോഷകരമായി തോന്നാം. കാരണം 100 രൂപ കിട്ടേണ്ട സ്ഥാനത്ത് അയാൾക്ക് 120% കൂലി അല്ലെങ്കിൽ 120 രൂപ കൂലി കിട്ടുന്ന ഒരു സിസ്റ്റമാണിത്. അപ്പൊ ഇവിടെ നന്നായിട്ട് എളുപ്പത്തിൽ ജോലി ചെയ്യുന്ന ആളിന് കൂടുതൽ കൂലി കിട്ടുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് എഫിഷ്യന്റ് വർക്കേഴ്സിനെ റിവാർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റങ്ങളും ഇതുപോലുള്ള ചില അഡ്വാൻറ്റേജസ് ഈ സിസ്റ്റത്തിനുണ്ട്. ഒന്നാമത്, പലപ്പോഴും പറയും ദിസ് മെത്തേഡ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കാൽക്കുലേഷൻ ഓഫ് വേജസ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ചില സിസ്റ്റങ്ങളിലുള്ളതുപോലെ അത്രയധികം ബുദ്ധിമുട്ടൊന്നും ഇവിടെ വേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇല്ല. അല്പം എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സെക്കൻഡ്ലി, it also provides a strong incentive to efficient workers. നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൂടുതൽ കൂലി കിട്ടുന്ന രീതിയിലാണ് ഈ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്. So it is advantageous from the point of view of the employer, since it helps much in increasing production by offering higher rate to more efficient workers. അപ്പോൾ നന്നായിട്ട് ജോലി ചെയ്യുന്ന ആളിന് ഇത് പ്രയോജനകരമാണ്, തൊഴിലാളികൾക്ക് പ്രയോജനകരമാണെന്ന് പറഞ്ഞു. അതുപോലെ എംപ്ലോയർക്കും ഈ സിസ്റ്റം പ്രയോജനകരമാണ്. കാരണം എഫിഷ്യന്റ് വർക്കേഴ്സിന് കൂടുതൽ കൂലി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും, എംപ്ലോയീസിനും എംപ്ലോയർക്കും രണ്ടു കൂട്ടർക്കും നല്ലതാണ്. കൂടുതൽ കൂലി കൊടുക്കുന്നുള്ളതുകൊണ്ട് എംപ്ലോയീസ് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യും. അതുകൊണ്ട് എംപ്ലോയറെ സംബന്ധിച്ച് കൂടുതൽ പ്രൊഡക്ഷൻ സാധ്യമാവും, എംപ്ലോയീസിന് കൂടുതൽ കൂലി കിട്ടുകയും ചെയ്യും. സോ ഇറ്റ് അട്രാക്ട്സ് എഫിഷ്യന്റ് വർക്കേഴ്സ്. അപ്പൊ ഈ സിസ്റ്റം ഉള്ള സ്ഥാപനങ്ങളിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലി ചെയ്യാൻ കൂടുതൽ താല്പര്യം ഉണ്ടാവും, കാരണം അവർക്ക് കൂടുതൽ കൂലി കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിന് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാമത്, ഇറ്റ് പീനലൈസസ് വെരി സ്ലോ ഓർ ഇൻഎഫിഷ്യന്റ് വർക്കേഴ്സ്.
വളരെ പതുക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ശിക്ഷാ നടപടി പോലെയാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം അവർക്ക് കൂലി വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നെഫിഷ്യന്റ് ആയിട്ടുള്ളവർക്ക് ജോലിയൊന്നും കിട്ടിയില്ല എന്നും വരാം. ഇറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി മിനിമം ഡെയിലി വേജസ് ആൻഡ് ദിസ് ഇൻസെക്യൂരിറ്റി അഫക്ട്സ് ദ മൊറൈൽ ഓഫ് ദ വർക്കേഴ്സ്. ഈ സിസ്റ്റത്തിന്റെ ഒരു ദൂഷ്യ വശം എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു മിനിമം വേജസ് കിട്ടും എന്നൊരു ഉറപ്പില്ല. അതുകൊണ്ട് തൊഴിലാളികളുടെ മൊറൈൽ അല്ലെങ്കിൽ മനോവീര്യം ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് മേക്സ് ഡിഫറൻസ് ബിറ്റ്വീൻ എഫിഷ്യന്റ് ആൻഡ് ഇൻഎഫിഷ്യന്റ് വർക്കേഴ്സ്. തൊഴിലാളികളെ അവരുടെ വർക്ക് ചെയ്യാനുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചാണ് ഇവിടെ കൂലി കൊടുക്കുന്നത്. സോ ഇറ്റ് ക്രിയേറ്റ്സ് റൈവൽറി. ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ കൂലി കൂടുതലും കുറവും അല്ല, ഒരേ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പല കൂലി കിട്ടുന്നത് കൊണ്ട് ഒരു ശത്രുതാ മനോഭാവമൊക്കെ പരസ്പരം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. And finally, this system is unfair to beginners who cannot attain the standard output immediately. പലപ്പോഴും ജോലിയിൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കമ്പനി നിർദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പലപ്പോഴും നിശ്ചിത സമയത്തിനുള്ളിൽ നേടാൻ പറ്റി എന്ന് വരില്ല, അത്രയും ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് തുടക്കക്കാരെ സംബന്ധിച്ച് അവർക്ക് നീതിപൂർവമല്ലാത്ത അൺഫെയർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സിസ്റ്റമാണ് മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം. ഈ മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റത്തിന്റെ പ്രത്യേകത, ഇവിടെ പല റേറ്റിലാണ് എംപ്ലോയീസിന് വേജസ് കൊടുക്കുന്നത്. ഇവിടെ പറയുന്നത് വേജസ് ആർ പെയ്ഡ് അറ്റ് ഓർഡിനറി പീസ് റേറ്റ് ടു ദോസ് വർക്കേഴ്സ് ഹൂസ് പെർഫോമൻസ് ഈസ് ലെസ് ദാൻ 83% ഓഫ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. അപ്പോൾ കമ്പനി ഈ ഒരു സിസ്റ്റത്തിൽ ചെയ്യുന്നത്, കമ്പനി പലപ്പോഴും ഒരു ഫിക്സഡ് ടാർഗറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആദ്യം ഫിക്സ് ചെയ്യും. ഉദാഹരണത്തിന് നമുക്ക് ഇങ്ങനെ നോക്കാം, 100 യൂണിറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ 10 യൂണിറ്റോ അല്ലെങ്കിൽ 100 യൂണിറ്റ് ഉണ്ടാക്കണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 83% ഓഫ് ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. 100 യൂണിറ്റ് ഉണ്ടാക്കേണ്ട സ്ഥാനത്ത് സപ്പോസ് 83 യൂണിറ്റോ അതിൽ കുറവോ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളെങ്കിൽ, 83 യൂണിറ്റോ അതിൽ കുറഞ്ഞോ പോയി കഴിഞ്ഞാൽ ആ വർക്കേഴ്സിന് ഒരു ഓർഡിനറി റേറ്റിൽ കൂലി കൊടുക്കും, സാധാരണ റേറ്റിൽ കൊടുക്കും. അപ്പോൾ 100 യൂണിറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്ന ആള് 83 യൂണിറ്റോ അതിൽ കുറവോ ആണ് ഉണ്ടാക്കിയതെങ്കിൽ അയാൾക്ക് സാധാരണ റേറ്റിലുള്ള കൂലി മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇനി ഇതിന്റെ അടുത്ത വശം എന്ന് പറയുന്നത്, അടുത്ത ഭാഗം എന്ന് പറയുന്നത്, സപ്പോസ് if the level of performance of an employee is between 83% and 100%, then he will get 110% of the ordinary piece rate. അടുത്ത ഇതിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് 83%-നും 100%-നും ഇടയ്ക്ക് ഒരു തൊഴിലാളി ഔട്ട്പുട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ 90 യൂണിറ്റ് ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ 90 യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ടാക്കിയ എംപ്ലോയി ആണെങ്കിൽ അയാൾക്ക് 110% കൂലി കിട്ടും. അതായത് ഓർഡിനറി പീസ് റേറ്റിനേക്കാൾ സാധാരണ കിട്ടുന്നതിനേക്കാൾ ഒരു 10% കൂടെ കൂടുതൽ കിട്ടും. 110% കൂലി അയാൾക്ക് കിട്ടും. ഇനിയും ഇതിന് മൂന്നാമത്തെ ഭാഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, സപ്പോസ് ഈ an employee produces more than 100% of the standard output, then he will get 120% of the ordinary piece rate. ഒരു തൊഴിലാളി 100%-ന് മുകളിൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അയാൾക്ക് 120% കൂലി കിട്ടും. അതായത് അയാൾക്ക് കിട്ടേണ്ട കൂലിയുടെ കൂട്ടത്തിൽ 20% കൂടെ കൂടുതൽ കിട്ടും. അപ്പൊ 3 റേറ്റ് ആണ് ഈ മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റത്തിലുള്ളത്.
അതായത് 83% വരെ ഔട്ട്പുട്ടുള്ള എംപ്ലോയിക്ക് നോർമൽ റേറ്റിൽ കൂലി കിട്ടും. 83 മുതൽ 100% വരെ ഔട്ട്പുട്ടുള്ള എംപ്ലോയിക്ക് 110% റേറ്റിൽ കൂലി കിട്ടും. 100%ത്തിൽ കൂടുതൽ ഔട്ട്പുട്ടുള്ള എംപ്ലോയിക്ക് 120% പീസ് റേറ്റിൽ കൂലി കിട്ടും. ഇതാണ് ഈ മെറിക്കിന്റെ മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ പലപ്പോഴും പറയും ഇത് ടൈലറുടെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിനേക്കാളും കുറച്ചുകൂടെ ഭേദമാണെന്ന് പറയും. കാരണം ടൈലറുടെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിലെ അത്രയും കുറവ് കൂലിയല്ല ഇവിടെ കിട്ടുന്നത്. ഇവിടെ കുറച്ചുകൂടെ നല്ല എമൗണ്ട് കൂലിയായിട്ട് ഒരു മോശം ഇൻഎഫിഷ്യന്റ് വർക്കർക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊന്നാണ് എമേഴ്സൺസ് എഫിഷ്യൻസി പ്ലാൻ എന്ന് പറയുന്ന പ്ലാൻ. ഈ എമേഴ്സൺസ് എഫിഷ്യൻസി പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അമേരിക്കൻ സ്കീം വിച്ച് കമ്പൈൻസ് ബോത്ത് guaranteed fixed day wages and a differential piece rate system. അപ്പോൾ ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു നിശ്ചിത തുക കൂലി കിട്ടുകയും എന്നാൽ അതിന്റെ കൂട്ടത്തിൽ എംപ്ലോയിയുടെ ഔട്ട്പുട്ടിനനുസരിച്ച് കൂടുതൽ കൂലി കിട്ടാൻ സാധ്യതയുമുള്ള ഒരു സിസ്റ്റമാണ് എമേഴ്സൺസ് എഫിഷ്യൻസി പ്ലാൻ എന്ന് പറയുന്ന സിസ്റ്റം. So this system guarantees time wages to those whose output is below standard. ഇവിടെ ഒരു ഗുണമുണ്ട്. എത്ര മോശമായിട്ട് ജോലി ചെയ്താലും അവർക്ക് ഒരു മിനിമം ഗ്യാരണ്ടീഡ് എമൗണ്ട് കൂലിയായിട്ട് കിട്ടും. ഇനിയും കൂടുതൽ ഔട്ട്പുട്ട് ഉള്ളവർക്ക് കൂടുതൽ കൂലിയും കിട്ടും. ഇവിടെ സാധാരണ ചെയ്യുന്നത് എ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഈസ് ഫിക്സഡ് ടു റെപ്രസെന്റ് 10% എഫിഷ്യൻസി. ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 100% എഫിഷ്യൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എംപ്ലോയി ഒരു ദിവസം ഉണ്ടാക്കേണ്ട പ്രോഡക്റ്റുകളുടെ എണ്ണം അല്ലെ ഔട്ട്പുട്ടിന്റെ എണ്ണം മുൻകൂട്ടി ആദ്യം തീരുമാനിക്കും. ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് ഒരു എമൗണ്ട് വെക്കും. അതാണ് 100% എഫിഷ്യൻസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതാണ് ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. ഒരു എംപ്ലോയി ഒരു ദിവസം ഉണ്ടാക്കേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ 100% ആണ്. എന്നിട്ട് പറയുന്നത് അപ് ടു 66% ഓഫ് എഫിഷ്യൻസി then hourly rate അല്ലെങ്കിൽ ടൈം റേറ്റ് ഈസ് ഗിവൺ. ഈ 100% എന്നുള്ളതിൽ 66% എങ്കിലും ഒരു എംപ്ലോയി ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെ 66% വരെ അയാൾക്ക് ടൈം റേറ്റിൽ കൂലി കിട്ടും. അപ്പൊ 100 പ്രോഡക്റ്റ് ഒരു ദിവസം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. 66 പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആളിന് വരെ 66 പ്രോഡക്റ്റിന് വരെ അതായത് 66% അതിൽ താഴെയോ 66 പ്രോഡക്റ്റോ അതിൽ താഴെയോ ഒന്നായിക്കോട്ടെ 2, 5, 10 എത്രയെങ്കിലും ആയിക്കോട്ടെ 66% വരെ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ആളിന് ഒരു മിനിമം ടൈം റേറ്റിൽ പൈസ കിട്ടും. ഒരു മണിക്കൂറിന് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ ഒരു മിനിമം പണം ആ തൊഴിലാളികൾക്ക് കൂലിയായിട്ട് കൊടുക്കും. ദെൻ 66 മുതൽ 90% വരെ ജോലി ചെയ്യുന്ന ആളിന് 66% മുതൽ 90% വരെ പ്രൊഡക്ഷൻ ഉള്ള ഒരു എംപ്ലോയിക്ക് ടൈം റേറ്റിന്റെ കൂട്ടത്തിൽ 10% ബോണസ് കൊടുക്കും. ഇനി 90 മുതൽ 100% സ്റ്റാൻഡേർഡ് വരെ എത്തുന്ന ആളിന് 90% മുതൽ കമ്പനി നേരത്തെ പറഞ്ഞിരിക്കുന്ന 100% വരെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഉള്ള അത്രയും ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ഒരു എംപ്ലോയിക്ക് ടൈം റേറ്റിന്റെ കൂട്ടത്തിൽ 20% ബോണസ് ആയിട്ട് കൊടുക്കും. ഇനിയും സപ്പോസ് ഒരു എംപ്ലോയി 100%ത്തിൽ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ കമ്പനി വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ജോലി ചെയ്യുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ച് അയാൾക്ക് ടൈം റേറ്റും പ്ലസ് 20% ബോണസ് ഇതിന്റെ കൂട്ടത്തിൽ അഡീഷണൽ ബോണസ് ഓഫ് 1% ഫോർ എവറി ഇൻക്രീസ് ഓഫ് 1% ബിയോണ്ട് 100% എഫിഷ്യൻസി. ഈ റേറ്റിലാണ് കിട്ടുക. അയാൾക്ക് 100% കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ഒരാൾക്ക് ടൈം റേറ്റ് കിട്ടും. അതിന്റെ കൂട്ടത്തിൽ കമ്പനി മൂന്നാമത് പറഞ്ഞ 20% ബോണസും കിട്ടും. ഇത് കൂടാതെ 100-നേക്കാൾ കൂടുതൽ എത്ര ശതമാനം ഔട്ട്പുട്ട് ഉണ്ടായോ ആ ഓരോ യൂണിറ്റിനും 1% നിരക്കില് കൂടുതൽ ബോണസും കിട്ടും. ടൈം റേറ്റും 20% ബോണസും
100-ൽ കൂടുതൽ എത്ര ജോലി ചെയ്തോ അതിന് ഓരോ യൂണിറ്റിനും ഓരോ ശതമാനം വെച്ച് എക്സ്ട്രാ ബോണസും കിട്ടുന്ന സിസ്റ്റമാണ് എമേഴ്സൺസ് എഫിഷ്യൻസി പ്ലാൻ എന്ന് പറയുക. ഇനി മറ്റൊന്നാണ് ഗ്രൂപ്പ് പീസ് വർക്ക് എന്ന് പറയുന്ന സിസ്റ്റം. ഈ ഗ്രൂപ്പ് പീസ് വർക്കിന്റെ ഒരു പ്രത്യേകത, ചില ജോലികൾ ഒരു എംപ്ലോയി ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത, പ്രത്യേകിച്ച് കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമം കൊണ്ട് മാത്രം ചെയ്തു തീർക്കാവുന്ന രീതിയിലുള്ള ജോലികളുണ്ട്. സോ ഗ്രൂപ്പ് ഓർ കളക്റ്റീവ് പീസ് വർക്ക് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഇതിന്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സച്ച് കണ്ടീഷൻസ് where workers are paid remuneration on a group basis because they perform a particular job or operation after making collective effort. ഒരു കൂട്ടായിട്ട് ചെയ്യുന്ന ജോലിക്ക് റെമ്യൂണറേഷൻ കൊടുക്കാനാണ് ഗ്രൂപ്പ് പീസ് വർക്ക് ഉപയോഗിക്കുക. കാരണം ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു ഗ്രൂപ്പ് ഒന്നിച്ച് ചെയ്താൽ മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജോലികൾക്കാണ് ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത്. സോ ഇവിടെ ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പിന് അവരുടെ ജോലി ചെയ്ത് കഴിയുമ്പോൾ കൂലി കൊടുക്കും. ദെൻ ദ വർക്ക്മെൻ ഓഫ് എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ക്യാൻ ഡിവൈഡ് ദ ഏർണിംഗ്സ് ഇൻ എനി പ്രപ്പോർഷൻ. ആ ഗ്രൂപ്പാണ് അവരുടെ കൂലി പരസ്പരം വീതിച്ചെടുക്കുക. സോ ദിസ് സിസ്റ്റം ഈസ് എംപ്ലോയ്ഡ് ഇൻ കേസസ് where the output of an individual worker cannot be measured and ultimate production is depend on the collective efforts of a group or collective efforts of a group of workers as a whole. ഔട്ട്പുട്ട്, ഇവിടെ ഒരു വ്യക്തിയുടെ ഔട്ട്പുട്ട് എത്രയാണ് എന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത, എന്നാൽ എല്ലാവരും കൂടെ ചേർന്ന് മാത്രം ജോലി ചെയ്ത് തീർക്കാൻ പറ്റുന്ന ആ തരത്തിലുള്ള ജോലികൾക്ക് റെമ്യൂണറേറ്റ് ചെയ്യാനാണ് ഗ്രൂപ്പ് പീസ് വർക്ക് സിസ്റ്റം ഉപയോഗിക്കുക. ഇനി ഗ്രൂപ്പ് പീസ് വർക്കിന് ഇതിന് ചില അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്നാമത്, ഇറ്റ് പ്രൊമോട്ട്സ് കോഓപ്പറേഷൻ ആൻഡ് ടീം വർക്ക് എമംഗ് വർക്കേഴ്സ്. ആൾക്കാർ തമ്മിൽ സഹകരണമൊക്കെ വർദ്ധിക്കും. കാരണം ഒരു ഗ്രൂപ്പിനാണ് കൂലി കിട്ടുന്നത്. ടീം വർക്ക് പ്രോത്സാഹിപ്പിക്കാനും ആൾക്കാർ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാനും ഒക്കെ ഇത് സഹായിക്കും. സെക്കൻഡ്ലി, ആബ്സെന്റിസം ഈസ് ഓഫൺ റെഡ്യൂസ്ഡ്. പലപ്പോഴും തൊഴിലാളി ജോലിക്ക് വരാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കുറയാറുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത്, an absent worker weakens the group and most workers do not like to let down their team. ഒരു തൊഴിലാളി ജോലിക്ക് വരാതിരിക്കുമ്പോൾ അവരുടെ ഗ്രൂപ്പിനെ മൊത്തത്തിൽ അത് ബാധിക്കും. ഗ്രൂപ്പ് മൊത്തത്തിൽ വീക്കായിട്ട് പോകും. പലപ്പോഴും അതുകൊണ്ട് ആൾക്കാർ കൂട്ടായിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു വ്യക്തി ഒരിക്കലും അവന്റെ ടീമിനെ, അവന്റെ ഗ്രൂപ്പിനെ അവൻ കാരണം മോശമാക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കാറില്ല. അതുകൊണ്ട് തൊഴിലാളി ജോലിക്ക് വരാതിരിക്കുന്ന സിറ്റുവേഷനൊക്കെ പലപ്പോഴും കുറയാറുണ്ട്. തേർഡ്ലി, ദിസ് സിസ്റ്റം റിക്വയർസ് ലെസ് ക്ലറിക്കൽ വർക്ക്. ഓരോ തൊഴിലാളിയും ചെയ്ത ജോലി എത്രയാണെന്നൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കുറഞ്ഞ ക്ലറിക്കൽ വർക്ക് ഉപയോഗിച്ച് ഒരു എംപ്ലോയർക്ക് ഇത് നടപ്പാക്കാൻ പറ്റും. ദെൻ സൂപ്പർവിഷൻ വർക്ക് ഈസ് ഓൾസോ റിഡ്യൂസ്ഡ്. ഇവിടെ വലിയ സൂപ്പർവിഷൻ ഒന്നും എംപ്ലോയർക്ക് ആവശ്യമില്ല, എംപ്ലോയർ നടത്തേണ്ട കാര്യമില്ല. കാരണം എംപ്ലോയീസ് ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുകയാണ്, അവരെ പ്രത്യേകിച്ച് സൂപ്പർവൈസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. ഇങ്ങനെയുള്ള ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ദിസ് സിസ്റ്റം ഹാസ് ഗോട്ട് സർട്ടൻ ഡിസഡ്വാൻറ്റേജസ്. ഇതിന് ചില ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഒന്നാമത്, ഇറ്റ് ഈസ് അൺഫെയർ ടു ഹാർഡ് വർക്കിംഗ് ആൻഡ് എഫിഷ്യന്റ് വർക്കേഴ്സ് ബിക്കോസ് an efficient worker is penalized for inefficiency of other members of the group. പലപ്പോഴും ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് അയാൾക്ക് അൺഫെയർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഗ്രൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം അത്ര എഫിഷ്യന്റ് അല്ലാത്ത, മോശമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വർക്കർ അവന്റെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന്റെ മൊത്തം പ്രൊഡക്ഷനെ അത് ബാധിക്കും. ഈ ഒരു തൊഴിലാളി കാരണം ബാക്കിയുള്ളവർക്കും കൂടെ കിട്ടുന്ന കൂലിയിൽ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. സെക്കൻഡ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് വർക്കേഴ്സ് അക്സെപ്റ്റൻസ് ഓഫ് ദ സ്കീം. തൊഴിലാളികൾക്ക് അത്ര അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്കീമല്ല ഇത്. പല ട്രേഡ് യൂണിയനും ഈ സിസ്റ്റത്തിനെ എതിർക്കാറുണ്ട്. Then there may be some practical difficulties regarding
fixing the amount of incentive and how it is distributed to individual workers. പലപ്പോഴും ഓരോ തൊഴിലാളിക്കും കൊടുക്കേണ്ട ഇൻസെന്റീവ് എത്രയാണെന്ന് തീരുമാനിക്കാനൊക്കെ ഈ സിസ്റ്റത്തിൽ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും എല്ലാവർക്കും ഒരേ തുകയൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരാം. ഇങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജസ് ഈ ഗ്രൂപ്പ് പീസ് റേറ്റ് സിസ്റ്റത്തിന് ഉണ്ട്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് പ്രീമിയം ആൻഡ് ബോണസ് മെത്തേഡ്സ് ആണ്. സോ ദ ഒബ്ജക്റ്റ് ഓഫ് എ പ്രീമിയം പ്ലാൻ is to increase the production by giving an encouragement to workers. This encouragement can be given in the form of higher wages for less time worked. കുറച്ച് സമയം കൊണ്ട് പ്രൊഡക്ഷൻ ജോലി, തങ്ങളോട് പറഞ്ഞിരിക്കുന്ന ജോലി ചെയ്തു തീർത്ത എംപ്ലോയീസിന് ഒരു എൻകറേജ്മെന്റ് കിട്ടത്തക്ക രീതിയിൽ അവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കുന്ന പ്ലാനാണ് പ്രീമിയം പ്ലാനുകളിൽ അല്ലെ പ്രീമിയം പ്ലാനിൽ വരിക. സോ അണ്ടർ ദിസ് പ്ലാൻ എ സ്റ്റാൻഡേർഡ് ടൈം ഈസ് ഫിക്സഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് എ സ്പെസിഫിക് ജോബ്. ദ വർക്കർ ഈസ് ഓൾസോ ഗ്യാരണ്ടീഡ് ഹിസ് ഡെയിലി വേജസ് ഇഫ് ഹിസ് ഔട്ട്പുട്ട് ഈസ് ബിലോ ഓർ അപ് ടു ദ സ്റ്റാൻഡേർഡ്. അപ്പൊ ഈ പ്ലാന്റെ ഒരു പ്രത്യേകത, അവിടെ ഒരു ജോലി ചെയ്യാൻ വേണ്ടി, ചെയ്തു തീർക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ടൈം ആദ്യം തീരുമാനിക്കും. അപ്പോ ഈ സ്റ്റാൻഡേർഡ് ടൈമിനുള്ളിൽ ജോലി ചെയ്ത് തീരുന്ന ആളിന്, അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ടൈമിനെക്കാളും കൂടുതൽ സമയം ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് അവർക്കൊരു മിനിമം ഡെയിലി വേജസ് എന്തായാലും കൊടുക്കും. അപ്പോൾ അവരുടെ ഔട്ട്പുട്ട്, ഉദ്ദേശിച്ച ഔട്ട്പുട്ട് നിശ്ചിത സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റിയില്ലെങ്കിലും ഡെയിലി വേജസ് ആയിട്ട് ഒരു നിശ്ചിത തുക, ഉറപ്പായിട്ടും ഒരു തുക അവർക്ക് കിട്ടും. ബട്ട് ഇൻ കേസ് ദ ജോബ് ഈസ് കംപ്ലീറ്റഡ് ഇൻ ലെസ് ദാൻ ദ സ്റ്റാൻഡേർഡ് ടൈം, then the worker will get the bonus for the time saved. എന്നാൽ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചതിനേക്കാൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ജോലി ചെയ്ത് തീർക്കാൻ പറ്റിയാൽ അങ്ങനെയുള്ളവർക്ക് അവർ സേവ് ചെയ്ത ആ സമയത്തിന് പ്രതിഫലമായിട്ട് അവർക്ക് ബോണസും കൊടുക്കും. ഈ രീതിയിലാണ് ഈ പ്രീമിയം ആൻഡ് ബോണസ് മെത്തേഡിൽ വേജസ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഒരു ജോലി ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യും. ആ സമയത്തിനുള്ളിലോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സമയമോ ഒക്കെ എടുത്ത് ആ ജോലി ചെയ്യുന്നവർക്ക് ഒരു മിനിമം വേജസ് കൊടുക്കും, ഡെയിലി വേജസ് കൊടുക്കും. എന്നാൽ സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ജോലി ചെയ്തു തീർക്കുന്ന വർക്കർക്ക് അവൻ സേവ് ചെയ്ത ആ സമയം, എത്ര സമയമാണോ കുറവ് എടുത്തിട്ടുള്ളത്, ആ കുറവെടുത്തിട്ടുള്ള സമയം, അതായത് ആ വർക്കർ സേവ് ചെയ്ത ആ സമയം, അതിന് പ്രതിഫലമായിട്ട് ബോണസ് കൊടുക്കുകയും ചെയ്യും. ഇനി ഇങ്ങനെയുള്ള പ്ലാനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാൻ എന്ന് പറയുന്നത് FA ഹാൽസേ എന്ന് പറയുന്ന അമേരിക്കയിൽ ജീവിച്ചിരുന്ന മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്ന FA ഹാൽസേ 1891 കൊണ്ടുവന്ന ഒരു പ്രീമിയം പ്ലാനാണ്. ഹാൽസേ പ്രീമിയം പ്ലാൻ എന്നറിയപ്പെടുന്ന പ്ലാൻ. ദിസ് ഈസ് എ സിമ്പിൾ കോമ്പിനേഷൻ ഓഫ് ടൈം ആൻഡ് പീസ് ബേസിസ് ഓഫ് പേയ്മെന്റ്. നേരത്തെ നമ്മൾ കണ്ട ടൈം റേറ്റ് സിസ്റ്റവും പീസ് റേറ്റ് സിസ്റ്റവും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒന്നാണ് ഈ ഹാൽസേ പ്രീമിയം പ്ലാൻ. As I told you earlier, under this plan, bonus is paid on the basis of time saved. എത്ര സമയമാണോ ലാഭിച്ചത്, ആ ലാഭിച്ച സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കുക. So the amount of bonus depends upon the time saved by the worker. കൂടുതൽ സമയം സേവ് ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് കൂടുതൽ വേഗത്തിൽ ജോലി തീർക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ തുക ബോണസ് ആയിട്ട് കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ഈ ഹാൽസേ പ്ലാൻ. ടൈം സേവ്ഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്
സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കുറവ് സമയത്തിൽ ജോലി തീർക്കുമ്പോൾ ആ വ്യത്യാസമുള്ള അവര് ലാഭിച്ച അല്ലെ എത്ര സമയം ആണോ ലാഭിച്ചത് അതിനെയാണ് ടൈം സേവ്ഡ് എന്ന് പറയാം. സോ ഇറ്റ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഇൻ ദിസ് വേ. ടൈം സേവ്ഡ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം ടേക്കൺ. സ്റ്റാൻഡേർഡ് ടൈമിൽ നിന്നും യഥാർത്ഥത്തിൽ എടുത്ത സമയം കുറച്ചു കഴിഞ്ഞാൽ സേവ് ചെയ്ത സമയം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഇൻ ദിസ് സിസ്റ്റം എ സ്റ്റാൻഡേർഡ് ടൈം ഈസ് സെറ്റ് ഫോർ ഈച്ച് ജോബ്. എല്ലാ ജോലികൾക്കും അത് ചെയ്തു തീർക്കേണ്ട ഒരു നിശ്ചിത സമയം എത്രയാണെന്ന് മുൻകൂട്ടി തീരുമാനിക്കും. ഇഫ് എ വർക്കർ ടേക്സ് ദ സ്റ്റാൻഡേർഡ് ടൈം or even exceeds the standard time, he gets normal wages. സ്റ്റാൻഡേർഡ് ടൈം കൊണ്ട് ഒരാൾ ഒരു ജോലി ചെയ്തു തീർക്കുകയാണെങ്കിൽ അല്ലെ സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കൂടുതൽ സമയമെടുത്ത് ഒരു ജോലി ചെയ്തു തീർക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ടൈം റേറ്റിലുള്ള വേജസ്, നോർമൽ വേജസ്, ടൈം റേറ്റ് സിസ്റ്റം അനുസരിച്ച് കൊടുക്കേണ്ട വേജസ്, ജോലി ചെയ്ത സമയത്തിന് ഉള്ള കൂലി അദ്ദേഹത്തിന് ലഭിക്കും. But if he completes his job in less than the standard time, then he gets a bonus equal to 50% of the value of time saved. ഇനിയും നേരത്തെ നിശ്ചയിച്ച നിശ്ചിത സമയത്തിനേക്കാൾ മുൻപ് ജോലി തീർക്കുകയാണെങ്കിൽ അദ്ദേഹം സേവ് ചെയ്ത സമയം എത്രയാണെന്ന് നോക്കിയിട്ട് ആ സേവ് ചെയ്ത സമയത്തിന്റെ പകുതി കൂലി കൂടി അദ്ദേഹത്തിന് ലഭിക്കും. 50% കൂടെ അദ്ദേഹത്തിന് കിട്ടും. ഈ രീതിയിലാണ് ഹാൽസെ പ്രീമിയം പ്ലാനിൽ വേജസ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. Therefore, the total earnings of a worker under this system are wages for the actual time spent plus a bonus equal to 50% of the value of time saved. യഥാർത്ഥത്തിൽ ജോലി ചെയ്ത സമയത്തിനുള്ള കൂലിയും അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം സേവ് ചെയ്ത സമയത്തിന്റെ പകുതിയും കൂടി തുക അദ്ദേഹത്തിന് കൂലിയായിട്ട് ലഭിക്കും. ഇതാണ് ഹാൽസെ പ്രീമിയം പ്ലാനിന്റെ പ്രത്യേകത. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് പ്ലാൻ. ഫസ്റ്റ് ഓഫ് ഓൾ, it is simple to understand and relatively simple to calculate. എളുപ്പം മനസ്സിലാക്കാനും അതുപോലെ വലിയ കോംപ്ലക്സിറ്റി ഒന്നുമില്ലാതെ റിലേറ്റീവ്ലി എളുപ്പത്തിൽ തുക എത്രയാണെന്ന് കണ്ടുപിടിക്കാനും ഒരാളുടെ വേജസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനും സാധിക്കും. സെക്കൻഡ്ലി, ഇറ്റ് ഗ്യാരണ്ടീസ് ടൈം വേജസ് ടു വർക്കേഴ്സ്. ഒരു മിനിമം വേജസ്, ടൈം വേജസ് എന്തായാലും എല്ലാ വർക്കേഴ്സിനും കിട്ടും എന്ന് ഇവിടെ ഉറപ്പുണ്ട്. അപ്പോൾ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ കൂടുതൽ സമയം എടുത്താൽ പോലും അവർക്ക് സ്റ്റാൻഡേർഡ് ടൈമിന്റെ വേജസ് എന്തായാലും ലഭിക്കും. മൂന്നാമത്, ദ വേജസ് ഓഫ് ടൈം സേവ്ഡ് ആർ ഷെയർഡ് ബൈ ബോത്ത് എംപ്ലോയേഴ്സ് ആൻഡ് വർക്കേഴ്സ്. സോ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ റെഡ്യൂസിംഗ് ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ്. ഇവിടെ നമ്മൾ വേജസ് കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു സേവ് ചെയ്ത സമയത്തിന്റെ 50% എംപ്ലോയിക്ക് ലഭിക്കും എന്ന് പറഞ്ഞു. സേവ് ചെയ്ത സമയത്തിന്റെ 50% എംപ്ലോയിക്ക് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള 50% യഥാർത്ഥത്തിൽ എംപ്ലോയർക്ക് ബെനിഫിറ്റ് ആയിട്ട് വരികയാണ്, അദ്ദേഹത്തിന് കിട്ടുകയാണ്. അതുകൊണ്ട് ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഒക്കെ എസ്പെഷ്യലി ഈ 50% എംപ്ലോയർക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ സേവ് ചെയ്യുന്നതുകൊണ്ട് കോസ്റ്റ് പെർ യൂണിറ്റ്, ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് കുറയ്ക്കാനായിട്ട് ഈ സിസ്റ്റം സഹായിക്കും. ആൻഡ് ഫൈനലി, ഇറ്റ് മോട്ടിവേറ്റ്സ് എഫിഷ്യന്റ് വർക്കേഴ്സ് ആസ് there is increasing incentive to efficient workers. എഫിഷ്യന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് ജോലി ചെയ്യാൻ കൂടുതൽ മോട്ടിവേഷൻ എവിടെ നിന്നും ഈ ഒരു സിസ്റ്റത്തിൽ കിട്ടും. അതിന് കാരണം കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ സമയം സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൂടുതൽ സമയം സേവ് ചെയ്യുമ്പോൾ സേവ് ചെയ്യുന്ന സമയത്തിന്റെ 50% വെച്ച് അവർക്ക് പ്രീമിയം ബോണസ് ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ പലപ്പോഴും ഈ സിസ്റ്റം എഫിഷ്യന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന വർക്കേഴ്സിന് ഒരു മോട്ടിവേഷൻ കൂടി ആണ്.
But this system has got two major disadvantages. First of all, the quality of work suffers because workers are in a hurry to save more and more time to get more and more bonus. പലപ്പോഴും ഈ സിസ്റ്റത്തിന്റെ ഒരു പോരായ്മയായിട്ട് പറയുന്നത് ജോലിയുടെ ക്വാളിറ്റിയെ ഇത് മോശമായിട്ട് ഈ സിസ്റ്റം ബാധിക്കാറുണ്ട്. കാരണം ആൾക്കാർ കൂടുതൽ ടൈം സേവ് ചെയ്യാൻ വേണ്ടി, അതായത് കൂടുതൽ ടൈം സേവ് ചെയ്യുകയാണെങ്കിൽ തൊഴിലാളികൾക്ക് കൂടുതൽ തുക ബോണസ് ആയിട്ട് കിട്ടും. അങ്ങനെ കൂടുതൽ ബോണസ് കിട്ടാൻ വേണ്ടി അവർ കൂടുതൽ സമയം സേവ് ചെയ്യാൻ ശ്രമിക്കും. ഇതനുസരിച്ച് ജോലികൾ പെട്ടെന്ന് ചെയ്തു തീർക്കുന്നതുകൊണ്ട് പലപ്പോഴും ക്വാളിറ്റി കുറയാറുണ്ട്. Secondly, workers criticize this method on the ground that the employer gets a share of wages of the time saved. തൊഴിലാളികൾ, പ്രത്യേകിച്ച് ട്രേഡ് യൂണിയനുകളൊക്കെ പലപ്പോഴും ഈ സിസ്റ്റത്തിന് എതിരായിട്ട് പറയുന്ന അവരുടെ ഒരു വാദം എന്ന് പറയുന്നത്, ഇവിടെ ഒരു തൊഴിലാളി വേഗത്തിൽ ജോലി തീർക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനത്തിന്റെ ഒരു ഷെയർ എംപ്ലോയർക്കാണ് കിട്ടുന്നത്. ഇതിനുള്ള കാരണം സേവ് ചെയ്യുന്ന സമയത്തിന്റെ 50% ആണ് ബോണസ് ആയിട്ട് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് ബാക്കിയുള്ള 50% എംപ്ലോയർക്ക് ആണ് ലഭിക്കുക. ഇത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാറുണ്ട്. Then the next important plan is Rowan plan. റോവൻ പ്ലാൻ എന്ന് പറയുന്നത് ഡേവിഡ് റോവൻ എന്ന് പറയുന്ന ഒരാള് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്ലാനാണ് റോവൻ പ്ലാൻ എന്ന് പറയുക. ആൻഡ് ദിസ് ഈസ് ഓൾസോ സിമിലർ ടു ഹാൽസേ പ്രീമിയം പ്ലാൻ. നേരത്തെ നമ്മൾ കണ്ട ഹാൽസേ പ്ലാൻ പോലെ തന്നെയാണ്, എക്സെപ്റ്റ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് ദ എമൗണ്ട് ഓഫ് ബോണസ്. ബോണസ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലുള്ള ഒരു വ്യത്യാസമാണ് മാത്രമേ ഇവിടെ ഉള്ളൂ. സോ അണ്ടർ ദ റോവൻ മെത്തേഡ് ഓൾസോ ദ വർക്കേഴ്സ് ഡേ റേറ്റ് ഈസ് ഗ്യാരണ്ടീഡ്. ആദ്യം പറഞ്ഞതുപോലെ ഇവിടെയും വർക്കേഴ്സിന് ഒരു നിശ്ചിത തുക ഗ്യാരണ്ടീഡ് ആണ്. സ്റ്റാൻഡേർഡ് റേറ്റ് അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്യേണ്ട ജോലിക്ക് കിട്ടുന്ന തുക, ഡേ റേറ്റ് എന്ന് പറയുന്നത് അവര് വേഗത്തിൽ ചെയ്താലും പതുക്കെ ജോലി ചെയ്താലും എല്ലാം അവർക്ക് ആ തുക എന്തായാലും ഗ്യാരണ്ടീഡ് ആണ്. അത് എന്തായാലും അവർക്ക് ലഭിക്കും. ആൻഡ് ദ ബോണസ് ഈസ് പെയ്ഡ് ഓൺ ദ ടൈം സേവ്ഡ്. സേവ് ചെയ്ത സമയത്തിന്റെ ഒരു നിശ്ചിത ശതമാനം ബോണസായിട്ട് ഹാൽസേ പ്ലാനിൽ ചെയ്ത പോലെ ഇവിടെയും കൊടുക്കും. ഇവിടെയുള്ള വ്യത്യാസം ഇതിന്റെ കമ്പ്യൂട്ടേഷനിൽ മാത്രമാണ്. ഈ കേസിൽ ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന ഏണിങ്സ് അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന വരുമാനം കാണുന്നത് രീതി എന്ന് പറയുന്നത് ഈ ഇമേജിൽ കാണുന്ന ഇക്വേഷൻ പോലെയാണ്. T into R plus S minus T by S into T into R. T എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ടൈം ടേക്കൺ ആണ്. R ലേബർ റേറ്റ് പെർ അവർ ആണ്, ലേബർ റേറ്റ് ആണ്. S stands for the standard time. സ്റ്റാൻഡേർഡ് ടൈമും യഥാർത്ഥത്തിൽ എടുത്ത സമയവും ലേബർ റേറ്റ് പെർ അവർ, ലേബർ റേറ്റും ഉപയോഗിച്ചാണ് റോവൻ പ്ലാനിലും ഏണിങ്സ് കണ്ടുപിടിക്കുന്നത്. ഹാൽസേ പ്ലാനുമായിട്ട് കമ്പ്യൂട്ടേഷനിലുള്ള ഒരു വ്യത്യാസമേ പ്രധാനമായിട്ടും ഇവിടെ ഉള്ളൂ. ഈ രണ്ട് പ്ലാനുകളാണ് പ്രധാനപ്പെട്ട പ്രീമിയം, ബോണസ് പ്രീമിയം പ്ലാൻസ്.